നമസ്കാരം. മാർക്ക് ഫെല്ലർ ആ സ്കൈ സെക്ഷനിൽ നിന്ന് അതിവേഗം മിസ്റ്റീരിയസ് ഡാർക്ക് സെക്ഷനിലേക്ക് തിരിച്ചു. മാർക്ക് ആ മിസ്റ്റീരിയസ് ഡാർക്ക് സെക്ഷനിൽ തൻ്റെ ആ കപ്പലിലെത്തുമ്പോൾ വളരെ വിശാലമായ ഒരു ഏരിയയാണ് മാർക്കിൻ്റെ മുന്നിൽ മാർക്ക് കാണുന്നത്. എത്രയോ കാലങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന ശൈലിയിലുള്ള ബിൽഡിങ്ങുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ആകാശത്ത് വെച്ച് മാർക്ക് കണ്ടു. മാർക്ക് ആ സ്പേസ് ഷിപ്പ് ലാൻഡ് ചെയ്തിട്ട് അതിനെ ഒളിപ്പിച്ചതിന് ശേഷം ആ കോട്ടവാതിലിൻ്റെ നേരെ നടന്നു. മാർക്ക് കോട്ടവാതിൽ എത്തുമ്പോൾ തന്നെ അവിടെ ആളുകൾ മാർക്ക് തടുത്തു. മാർക്ക് ആ ആളുകളുടെ തടസ്സമൊന്നും വകവയ്ക്കാതെ അകത്തോട്ട് കയറാൻ പോയതും സ്വാഭാവികമായിട്ടും അവിടെ മാർക്കിനെ അവരൊന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ആ അറ്റാക്കൊന്നും മാർക്കിനൊരു വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ അതിവേഗം മാർക്ക് പ്രധാന ഹാളിലേക്ക് കടന്നു. ഈ സമയത്ത് കോട്ടവാതിലിൽ പ്രശ്നങ്ങൾ ഉണ്ടായ കാര്യം അകത്ത് അറിഞ്ഞു കഴിഞ്ഞു. മാർക്ക് അകത്തേക്ക് കയറുമ്പോൾ മാർക്ക് കാണുന്നത് മാർക്കിനെ തന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ്. മാർക്കിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നാൻകോങ്. മാർക്ക്, നീ വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. നിന്നെ ഒറ്റയ്ക്ക് ഇവിടെ കിട്ടാൻ ഞങ്ങൾ എത്രയോ ദിവസമായി കാത്തിരിക്കുകയാണെന്നറിയാവോ. ആ ഫയർ യൂണിക്കോൺ കോണ്ടിനെന്റിൽ വെച്ച് മാർക്ക് ഫെല്ലറുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട കക്ഷിയാണ് ഈ നാൻകോങ്. യഥാർത്ഥത്തിൽ മാർക്കിനേക്കാൾ മുകളിലത്തെ ലെവലിലുള്ള ഒരു ട്രൂ സെയിൻ്റാണ് ഈ നാൻകോങ്. പക്ഷെ ആ ഫയർ യൂണിക്കോൺ കോണ്ടിനെന്റിൽ മാർക്കിന് എന്തൊക്കെയോ സംവിധാനങ്ങളുടെ ഒരു സവിശേഷമായ സഹായം ഉണ്ടായിരുന്നു. അത് അവർക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അന്ന് ആ കോണ്ടിനെന്റിൽ നിന്ന് രക്ഷപ്പെട്ട ഷൂ യുവാനും നാൻകോങ്ങും ആ കാര്യം പ്രത്യേകിച്ച് ചർച്ച ചെയ്തതുമാണ്. അന്ന് എന്തുകൊണ്ട് മാർക്ക് അവിടെ ഉണ്ടായിരുന്ന ആ സ്കൈ സെക്ഷന്റെ ആളുകൾ മുഴുവൻ കൊന്നൊടുക്കി എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവരവസാനം അന്വേഷിച്ചത് അതിലാണ്. ആ കോണ്ടിനെന്റ് മാർക്കിന് ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മാർക്കിന് അവരേക്ക് തോൽപ്പിക്കാൻ പറ്റിയത്. ഇവിടെ ഈ മിസ്റ്റീരിയസ് ഡാർക്ക് സെക്ഷൻ സ്ഥിതി ചെയ്യുന്ന കോണ്ടിനെന്റിൽ അങ്ങനെ ഒരു സവിശേഷതയും മാർക്കിന് കിട്ടത്തില്ല. മാർക്കിന് ഒരു തരത്തിൽ അപ്പർ ഹാൻഡിങ് കിട്ടില്ല. നേരെ മറിച്ച് അവർക്കൊക്കെ അപ്പർ ഹാൻഡ് ഉണ്ടെന്നാണ്. ആ ഒരു ധാരണ നാൻകോങ്ങിന്റെ സംഭാഷണത്തിൽ വിസിബിളാണ്. നാൻകോങ് പറഞ്ഞു കേട്ടതും മാർക്ക് ഫെല്ലർ അവനൊന്ന് സൂക്ഷിച്ചു നോക്കി. നാൻകോങ്, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ട് ഒരുപാട് നാളായി. നിന്നെ അവസാനിപ്പിക്കാനാ ഞാൻ ഇവിടം വരെ വന്നത്. മാർക്ക്, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവുമല്ലോ. മറ്റൊരു കോണിൽ നിന്നാണ് ആ ശബ്ദം കേട്ടത്. മാർക്ക് അവിടെ നോക്കുമ്പോൾ അവിടെ സാക്ഷാൽ റെൻവു നിൽക്കുകയാണ്. മാർക്കുമായി അവിടെ ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ വെച്ച് ഏറ്റുമുട്ടിയ അതേ റെൻവു. മാർക്ക് ആ മൂൺ പൗലിയിൽ താമസിക്കുമ്പോൾ മാർക്കിന്റെ കൾട്ടിവേഷൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് കയറി വന്ന് മാർക്കിനെ ആക്രമിച്ച അതേ കക്ഷി അയാളെ ഈ മിസ്റ്റീരിയസ് ക്ലൗഡ് സെക്ഷൻകാർ അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. മാർക്ക് അയാളെ നോക്കുമ്പോൾ അയാളുടെ കൂടെ വേറെയും അനവധി ആളുകളുണ്ട്. അവരെല്ലാവരും മാർക്കിനെ അറ്റാക്ക് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. മാർക്ക് റെൻവുവിനെ ഒന്ന് നോക്കുമ്പോൾ മറ്റൊരു വശത്തുനിന്ന് ഒരു ശബ്ദം. മാർക്ക്, നീ അതിശയപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഞങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടേക്ക് കടന്നു വന്നത് സാക്ഷാൽ ഷൂ യുവാനാണ്. ഷൂ യുവാൻ ആ ഫയർ യൂണിക്കോൺ കോണ്ടിനെന്റിൽ നിന്ന് രക്ഷപ്പെട്ടത് കഷ്ടിച്ചാണ്. അന്ന് അയാൾ ഒരു സ്പെഷ്യൽ ആക്ടിവിറ്റിയൊക്കെ സൃഷ്ടിച്ച് നാൻകോങ്ങുമായി രക്ഷപ്പെട്ടതാണ്. ഷൂ യുവാനെ വീണ്ടും കണ്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, നിന്നെ അവസാനിപ്പിക്കാനാ ഞാനിന്ന് വന്നത്. മാർക്ക്, അതത്ര എളുപ്പമല്ലല്ലോ. ആ ശബ്ദം മാർക്കിന്റെ പുറകു ഭാഗത്തു നിന്നാണ് വന്നത്. മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കോട്ടവാതിലിന്റെ ഭാഗത്തായിട്ട് ഒരു സിംഹം നിൽക്കുകയാണ്. അയാളെയാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഈ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിൽ വന്ന ആ നിമിഷത്തിൽ കണ്ടതും എതിരിട്ടതും. അത് സാക്ഷാൽ സോങ് യൂറിയാണ്. സോങ് യൂറി ബ്ലഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്ററുടെ മകനാണ്. യങ് മാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സോങ് യൂറിയെ എല്ലാവരും അഭിസംബോധന ചെയ്തത് മാർക്കിന് നല്ല ഓർമ്മയുണ്ട്. അതിനുശേഷം പലതവണ ആ പറഗേറ്ററിക്ക് അകത്ത് വെച്ച് ഈ സോങ് യൂറിയുടെ ചതിയിൽ പെട്ടിട്ടുണ്ട്. സോങ് യൂറി മാർക്കിനെ അവസാനിപ്പിക്കാൻ പല പരിപാടികളും ആ പറഗേറ്ററിക്കകത്ത് ചെയ്തതാണ്. സോങ് യൂറിയെ കണ്ടതും മാർക്ക് സോങ് യൂറിയോട് പറഞ്ഞു, നിന്നെ ഞാനും നോക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ പെട്ടെന്നാണ് സോങ് യൂറിക്ക് നേരെ കുതിച്ചത്. സോങ് യൂറിക്ക് നേരെ മാർക്ക് ഫെല്ലർ ആ വേഗതയിൽ കുതിക്കുമെന്ന് ആരും
കരുതിയിരുന്നില്ല. മാർക്കിന്റെ കാലിലെ ആ ബൂട്ടിന്റെ കപ്പാസിറ്റിയിൽ മാർക്ക് കണ്ണടച്ചുറക്കും മുമ്പേ സോങ് യൂറിയുടെ മുന്നിലെത്തി. സോങ് യൂറിയുടെ മുന്നിലേക്ക് മാർക്ക് എത്തിയതും മാർക്ക് കൈ നിവർത്തി സോങ് യൂറിയെ ഇടിച്ചതും ഒരേ നിമിഷത്തിലാണ്. പക്ഷെ ആ നിമിഷത്തിൽ മാർക്കിന്റെ ആ പഞ്ചിനെ ഒരാൾ തടുത്തു. ശരിക്കും ഒരു ആചാരബാഹുവായ നല്ല മസിലുള്ള ഒരാളാണ് ആ ഇടി തടുത്തത്. ആ ആള് സോങ് യൂറിയുടെ മുന്നിലേക്ക് കയറുകയായിരുന്നു. ആ ആളുടെ കൈയും മാർക്കിന്റെ കൈയും തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടിയതും അതിശക്തമായ മാർക്കിന്റെ ആ പഞ്ച് അയാളെ പുറകോട്ട് തെറിപ്പിച്ചു. അയാളെ പുറകോട്ട് തെറിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പഞ്ചിന്റെ പവർ സോങ് യൂറിയുടെ പുറത്ത് അനുഭവപ്പെടും. അത് സംഭവിക്കുന്നതിന് തൊട്ടു മുന്നേ രണ്ടാളുകൾ ഒരുമിച്ച് ആ സോങ് യൂറിയുടെ മുന്നിലേക്ക് വന്നു. അവിടെ അതിശക്തമായ ഡിഫൻസിൽ മാർക്കിന്റെ ആ പഞ്ച് ന്യൂട്രലൈസ് ആയി. ആ പഞ്ച് ന്യൂട്രലൈസ് ആയതും സോങ് യൂറി ഒത്തിരി പുറകോട്ട് മാറി. ഇപ്പോ സോങ് യൂറിക്ക് മുന്നിൽ 3 ആളുകൾ നിൽക്കുകയാണ്. കണ്ടാൽ തന്നെ അറിയാം ആ 3 പേരും സഹോദരങ്ങളാണ്. സോങ് യൂറി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതാണ് മാ ബ്രദേഴ്സ്. ഇവർ നിനക്ക് ആവശ്യമായി തരും. ബ്ലഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്ററോട് സഹായം ചോദിച്ച ഷൂ യുവാന് ബ്ലഡ് സെക്ഷന്റെ ആ സെക്ഷൻ മാസ്റ്റർ അയച്ചു കൊടുത്തത് ആ മാ സഹോദരന്മാരെയാണ്. മാ സഹോദരന്മാർക്കൊപ്പം സ്വന്തം മകനെ തന്നെ ആ അറ്റാക്കിന് നേതൃത്വം കൊടുക്കാനായി ആ സെക്ഷൻ മാസ്റ്റർ അയച്ചതാണ്. ബ്ലഡ് സെക്ഷനും ഈ മിസ്റ്റീരിയസ് സെക്ഷനും തമ്മിലുള്ള ഒരു ബന്ധമാണ് അവിടെ വെളിവാകുന്നത്. മാർക്ക് ഫെല്ലർ തന്റെ എതിരെ നിൽക്കുന്ന ആ 3 പേരെ ഒന്ന് നോക്കി. 3 പേരും ഏറ്റവും മിനിമം ഒരു 7th ലെവലിലുള്ള ട്രൂ സെയിന്റുകളാണ്. 7th ലെവലിലുള്ള 3 ട്രൂ സെയിന്റുകളാണ് മാർക്കിനെ നേരിടാനായി അവിടെ നിൽക്കുന്നത്. അത് കണ്ടതും ഷൂ യുവാൻ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ പ്രാവശ്യം നിന്നെ കാര്യമായി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. മാർക്ക്, നിനക്ക് ജീവനോടെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോഴും ഒരു അവസരമുണ്ട്. നിന്റെ കൈവശമുള്ള ആ മാന്ത്രിക സംവിധാനങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് മടക്കി നൽകിയാൽ നിന്നെ ഞങ്ങൾ ഇവിടുന്ന് വെറുതെ വിടാം. ഷൂ യുവാൻ മാർക്കിന് കൊടുത്ത ഒരു ഇളവാണത്. മാർക്ക് ഒരു നല്ല യോദ്ധാവാണ്. അത് കേട്ടതും നാൻകുങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ വെറുമൊരു 4th ലെവൽ യോദ്ധാവാണ്. ഇവിടെ നീ കാണുന്ന എല്ലാവരും നിനക്കാൾ മുകളിലുള്ളവരാണ്. മാർക്ക്, നീ ബലം പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. തോൽവി അത്ര വലിയ സംഭവമല്ല. ഞങ്ങൾക്ക് മുന്നിൽ തോറ്റുപോയെന്ന് കരുതി നിനക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. നീ ഇപ്പോ ഞങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങിയാൽ നിനക്ക് ജീവനോടെ തിരിച്ചു പോകാൻ ഞങ്ങളൊരു അവസരം നൽകാം. ശരിക്കും ഒരു ഔദാര്യം നൽകുന്നത് പോലെ നാൻകുങ് ആ വാക്കുകൾ ആവർത്തിച്ചതും മാർക്ക് ഫെല്ലർ അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെ ഒന്ന് നോക്കി. സോങ് യൂറിയും ആ മൂവർ സംഘവും അതുപോലെ റെൻവുവിനൊപ്പമുള്ള സംഘവും മാത്രമല്ല അവിടെ ഉള്ളത്. വേറെയും ഒരുപാട് യോദ്ധാക്കളുണ്ട്. ആ യോദ്ധാക്കളെ മുഴുവൻ ഒന്ന് സ്കാൻ ചെയ്ത മാർക്ക് ഫെല്ലർ എല്ലാവരോടായി പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് ആ ഷൂ യുവാനെയും നാൻകുങ്ങിനെയും നോക്കിയാണ്. എനിക്ക് അവർ 2 പേരും എതിരാളികളാണ്. അവരെ അവസാനിപ്പിക്കാന്നുള്ളത് എൻ്റെ ദൗത്യമാണ്. ബാക്കി ആരോടും എനിക്ക് വ്യക്തിപരമായി ഒരു വിരോധവുമില്ല. നിങ്ങളും ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ നിന്ന് പിന്മാറണം. അത് കേട്ടതും സോങ് യൂറി പറഞ്ഞു, ഹേയ് മാർക്ക്, അത് പറ്റില്ല. നിന്നെ അവസാനിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഈ മാ ബ്രദേഴ്സിനെ ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ ഡയലോഗ് ഇനി വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് സോങ് യൂറി ആ മാ ബ്രദേഴ്സിനെ ഒന്ന് നോക്കി. അവർക്ക് കാര്യം മനസ്സിലായി. ആ മാ സഹോദരന്മാരിൽ മിഡിലിൽ നിൽക്കുന്ന വ്യക്തി മാർക്കിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് അയാളുടെ കൈ ഒന്ന് ഉയർത്തി. ശരിക്കും അയാളൊരു മാന്ത്രിക സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് ആ കൈ ഉയർത്തൽ കാണുന്ന ആർക്ക് മനസ്സിലാവും. അയാളുടെ കൈ ആകാശത്തേക്ക് ഉയർന്നതും ആ കൈക്കൊപ്പം വലിയൊരു ഷീൽഡിന്റെ അത്രയും വലിപ്പത്തിലുള്ള മറ്റൊരു കൈ ഉണ്ടായി. മാർക്ക് പലതവണ അനുഭവിച്ചിട്ടുള്ള അതേ ഒരു മാന്ത്രിക കൈ അവിടെ ആ മനുഷ്യൻ സൃഷ്ടിക്കുകയാണ്. പക്ഷെ ആ കൈക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ കൈയിൽ അതിശക്തമായ ഒരു വിഷം ഉള്ളതിന്റെ സകല ലക്ഷണവും ആ കൈ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ ആർക്ക് മനസ്സിലാവും. അത് വിഷമാണോ എന്ന് മാർക്ക് ഒന്ന് നോക്കുമ്പോൾ അതിനകത്തുനിന്ന് ഗോസ്റ്റുകളുടെ ഒരു സൂചന മാർക്ക് കണ്ടു. പേടിപ്പിക്കുന്ന ശൈലിയിലുള്ള തലയോട്ടികളും കണ്ണുകളും ഒക്കെ ആ കൈക്കകത്ത് അനവധി തെളിഞ്ഞു കാണാം. ആ കൈ അങ്ങ് വലുതായി വന്നതും ആ കാഴ്ച കുറെ കൂടി വിസിബിളായി. ആ കയ്യിൽ നിന്ന് ഫ്യൂംസ് പുറത്തേക്ക് വരുന്നുണ്ട്. കറുത്ത പുക. ആ കറുത്ത പുക
മാർക്കിനെ അങ്ങ് വിഴുങ്ങാനുള്ള ഒരു ശ്രമത്തിലാണ്. ആ പുക അതിശക്തമായി വന്നതും ആ മാ സഹോദരൻ മൂത്തയാള് കൈ ഒന്ന് താഴ്ത്തി. നടുക്ക് നിൽക്കുന്ന കക്ഷിയാണ് മാ സഹോദരൻ മൂത്തയാള്. മാ ടൈറ്റൻ എന്നറിയപ്പെടുന്ന അയാൾ കൈ ഒന്ന് താഴ്ത്തിയതും അനവധി തലകളിൽ നിന്നുള്ള ആക്രോശം മാർക്കിനെതിരെ പാഞ്ഞു വന്നു. ശരിക്കും ഒരു ശ്മശാനത്തിനകത്ത് ആയിരക്കണക്കിന് പ്രേതങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കുന്ന സ്ഥലത്ത് നിന്ന് അവയെല്ലാം കൂടി ഒരു അറ്റാക്ക് നടത്തിയാൽ എങ്ങനെ ഉണ്ടാവുമോ അതുപോലെ ആകാശത്തുനിന്ന് തലകളും പുകയും എല്ലാം കൂടി മാർക്കിനെതിരെ പാഞ്ഞു വരികയാണ്. മാർക്കിന്റെ ഡിവൈൻ സെൻസിനെയാണ് ശരിക്കും അവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ആ കാണുന്ന കാഴ്ചയൊക്കെ യഥാർത്ഥമാണ്. മാർക്കിന്റെ മനസ്സിനെ ഒന്ന് പിടിച്ചു കുലുക്കുന്ന ഒരു ഡിവൈൻ സെൻസ് അറ്റാക്ക്. മാർക്ക് ഈ കഥ നേരത്തെ കണ്ടിട്ടുള്ള ആളാണ്. മാർക്ക് പെട്ടെന്ന് തന്റെ വലത്ത് കൈ കൊണ്ട് ഒരു അച്ചയിടി താഴ്ന്നു വരുന്ന കൈയിലേക്ക് മാർക്കിന്റെ പഞ്ച് ചെന്ന് പതിക്കുമ്പോൾ അവിടെ ശരിക്കും ഒരു സ്പാർക്ക് ഉണ്ടായി. ആ സ്പാർക്ക് സ്വാഭാവികമായിട്ടും ആ മാ ടൈറ്റിനെ ഒന്ന് പുറകോട്ട് തെറിപ്പിച്ചു. അയാളുടെ ഇന്റേണൽ എനർജി പൂർണ്ണമായി കേന്ദ്രീകരിച്ചിരുന്ന ആ കൈയാണ് മാർക്ക് ഫെല്ലർ ഇടിച്ച് പുറകോട്ട് തെറിപ്പിക്കുന്നത്. മാർക്ക് ആ കൈ ഇടിച്ച് തെറിപ്പിച്ച ആ നിമിഷത്തിൽ മാർക്കിന്റെ കൺകോണിൽ മാർക്ക് ഒരു കാഴ്ച കണ്ടു. മാർക്കിന്റെ തൊട്ടുപുറയിൽ ഒരാള് അതിശക്തമായി മാർക്കിനെ ആഞ്ഞു കുത്തുന്നതാണ് മാർക്ക് കണ്ടത്. അയാളുടെ കയ്യിൽ ഒരു ഡിവൈൻ കത്തിയുണ്ട്. ആ കത്തിയുടെ പ്രകാശം അത് വെളിവാക്കുന്നുണ്ട്. മാ സഹോദരന്മാരിൽ ഇളവനാണ് മാർക്കിനെ പെയിനിലൂടെ കുത്തിയത്. അതേ സമയത്ത് മാർക്കിന്റെ മുന്നിൽ ആ രണ്ടാമൻ മാർക്കിനെ ആക്രമിച്ചു. മാ ബ്രദേഴ്സ് 3 പേരും ഒരുമിച്ച് മാർക്കിനെ ആക്രമിക്കുകയാണ്. ഒരാൾ പുറകിൽ നിന്ന്, ഒരാൾ മുന്നിൽ നിന്ന്, മൂത്തയാള് മുകളിൽ നിന്ന്. 3 വശത്തുകൂടി നടത്തുന്ന ആ കേന്ദ്രീകൃത അറ്റാക്കിൽ മാർക്ക് ഫെല്ലർ അവസാനിക്കും. ആ ഒരു ധാരണ സ്വാഭാവികമായിട്ടും ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. അവരൊക്കെ കൗതുകത്തോടെ മാർക്കിന്റെ ആ ഡിഫൻസ് മെക്കാനിസം എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ്. അവരങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും മാർക്കിന്റെ കഴുത്തിൽ ആ പുറകെ നിൽക്കുന്ന ആളിന്റെ കത്തി തൊട്ട് കഴിഞ്ഞു. പക്ഷെ ആ നിമിഷത്തിൽ ആ കത്തി ഉപയോഗിച്ച വ്യക്തി ഒന്ന് വിറച്ച് പുറകോട്ട് മറിഞ്ഞു. ശരിക്കും മാർക്കിന്റെ ബോഡിയിൽ അവന്റെ കത്തി തൊട്ടപ്പോൾ ആ കത്തി ഇരുമ്പ് പോലെ എന്തോ സംവിധാനത്തിൽ തട്ടിയതിന്റെ ഫലമായി ഒന്ന് വിറച്ചതുപോലെ ആ കത്തി കൈ പിടിച്ചിരുന്ന ആളിന് തോന്നി. ആ കത്തിയിലൂടെ പടർന്ന വിറയൽ കൈയിലൂടെ അയാൾ ബോഡിയെ ബാധിച്ചതും അയാൾ പുറകോട്ട് മറിഞ്ഞതാണ്. മാർക്കിന്റെ ബോഡി തകർക്കാൻ കഴിയാത്ത വിധത്തിൽ ശക്തമാണെന്ന് ആ അറ്റാക്ക് നടത്തിയ നിമിഷത്തിൽ അയാൾക്ക് മനസ്സിലായി. ഇത് തന്നെയാണ് മുൻപിലൂടെ അറ്റാക്ക് ചെയ്ത ആ രണ്ടാമത്തെ സഹോദരനും അനുഭവപ്പെട്ടത്. അയാൾ ശരിക്കും മാർക്ക് ഫെല്ലറെ അയാളുടെ കയ്യിലെ സോഡ് കൊണ്ട് ആഞ്ഞു വെട്ടുകയായിരുന്നു. ആ വെട്ട് തടുക്കാൻ മാർക്ക് ശ്രമിച്ചില്ല. മാർക്ക് ആ മുകളിലുള്ള കയ്യിൽ ആഞ്ഞ് പഞ്ച് ചെയ്തപ്പോഴേക്കും ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. മാർക്കിന്റെ ബോഡിയിൽ ആ വാള് പതിച്ചതും ആ വാള് പിടിച്ചിരുന്ന വ്യക്തി ആ വാളോടുകൂടി പുറകോട്ട് തെറിച്ചു. മാർക്കിന്റെ ബോഡിയിൽ ആയുധങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല എന്നൊരു ബോധ്യം ആ 2 മാ സഹോദരന്മാർക്കുണ്ടായി. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആ മൂത്തയാൾക്കും അത് മനസ്സിലായി. ആ 3 പേരും പരസ്പരം ഒന്ന് നോക്കി. ഈ സമയത്ത് ഈ സംഘർഷം സ്വാഭാവികമായിട്ടും ആളുകളുടെ ഒരു ആവേശം കൂട്ടിയിട്ടുണ്ട്. മാർക്ക് ഫെല്ലർ ആ മാ സഹോദരന്മാരുടെ അറ്റാക്കിനെ തടുത്തതിൽ അവർക്കൊക്കെ ഒരു അതിശയം ഫീൽ ചെയ്യുന്നുണ്ട്. 7th ലെവലിലുള്ള ട്രൂ സെന്റികളാണ് ആ 3 പേരും. ആ 3 പേരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്തിട്ടും മാർക്ക് ഫെല്ലർ പിടിച്ചു നിൽക്കുകയാണ്. അത് കണ്ട ഷു യുവാൻ അടുത്ത് നിൽക്കുന്ന നാൻകോങ്ങിനോട് പറഞ്ഞു, ഏയ് നാൻകോങ്, ഇവനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാളെ ഇവൻ നമുക്ക് ശരിക്കും ഒരു ത്രട്ടാവും. നാൻകോങ്ങിന്റെ മനസ്സിൽ തോന്നിയ അതേ കാര്യം തന്നെയാണ് ഷു യുവാൻ പറഞ്ഞത്. സോങ് യൂറി ശരിക്കും ദേഷ്യത്തിലാണ്. അയാൾ ആ മാ സഹോദരന്മാരോട് പറഞ്ഞു, അവനെ വെച്ചേക്കുണ്ടാകെ തീർത്തേക്ക്. അത് കേട്ടതും ആ മൂവർ സംഘം അവരുടെ ആയുധങ്ങൾ പിൻവലിച്ചുകൊണ്ട് ഒരുമിച്ച് മാർക്ക് നേരെ കുതിച്ചു. ശരിക്കും 7th ലെവലിലുള്ള ഒരാളുടെ ഫിസിക്കൽ ബോഡി 4th ലെവലിലുള്ള ആളിന്റെ ബോഡിയേക്കാൾ ശക്തമാണ്. അതറിയാവുന്ന ആ ട്രൂ സെന്റുകൾ 3 പേരും ഒരുമിച്ച് മാർക്കിന് നേരിട്ടു. പഞ്ച് ചെയ്ത് മാർക്കിനെ അവസാനിപ്പിക്കുക, അതാണ് അവരുടെ ടാർഗറ്റ്. ഒരാൾ ആകാശത്തെ കുതിച്ച് പാഞ്ഞിട്ട് അവിടെ നിന്ന് താഴേക്ക് ജമ്പ് ചെയ്ത് കാലുകൊണ്ട് മാർക്കിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ മറ്റ് 2 പേരും മാർക്കിന്റെ പുറകിലും മുന്നിൽ നിന്നായി മാർക്കിനെ ആഞ്ഞ് പഞ്ച് ചെയ്യണം. ഒരാൾ ചാടി ചവിട്ടുന്നു, മറ്റേ ആള് കൈകൊണ്ടിടിക്കുന്നു. 3 സ്ഥലത്തുകൂടി 3 തരത്തിലുള്ള അറ്റാക്ക്. 3 പേരും അടിപൊളി മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. 7th ലെവൽ ട്രൂ സെയിന്റ് ആയതുകൊണ്ട് 3 പേരുടെയും കൈകൾക്ക് നല്ല കരുത്താണ്. അതുപോലെ തന്നെ കാലുകൾക്ക് കരുത്തുണ്ട്. ആ കരുത്ത് അവർ പൂർണ്ണമായും മാർക്കിന് മുകളിൽ കൊടുക്കുകയാണ്.
ഈ കാഴ്ച കൗതുകത്തോടെ കണ്ടു നിൽക്കുകയാണ് നമ്മുടെ കഥാപാത്രങ്ങളൊക്കെയും. മാർക്ക് തനിക്ക് നേരെയുള്ള അതിശക്തമായ അറ്റാക്കിനോട് അതേ ശൈലിയിൽ തന്നെ പ്രതികരിക്കുകയാണ്. ഒരു മാജിക്കൽ ആയുധങ്ങൾ ഉപയോഗിക്കാതെ മാർക്ക് തന്റെ പ്യുവർ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ പഞ്ചുകളെയും അതുപോലെ കിക്കുകളെയും നേരിടുകയാണ്. മാർക്കും ആകാശത്തേക്ക് ചാടി ഉയർന്ന് തന്നെ കാലുകൊണ്ട് പഞ്ച് ചെയ്യുന്ന ആളെ ആ ശൈലി തന്നെ നേരിട്ടു. മാർക്കിന്റെ അതിശക്തമായ ഒരു ബൈസിക്കിൾ കിക്ക് അവിടെ സംഭവിച്ച അതേ നിമിഷത്തിൽ മാർക്കിന്റെ വലത് കൈ താഴെ നിന്ന് തന്നെ ഇടിക്കുന്ന ആളുടെ തലയ്ക്ക് നേരെ പാഞ്ഞു ചെന്നു. അയാൾ പെട്ടെന്ന് രണ്ട് കൈ കൊണ്ടും മാർക്കിന്റെ ആ പഞ്ചിനെ തടുത്തു. ഈ സമയത്ത് ബൈസിക്കിൾ കിക്കിൽ മാർക്ക് ആ മുകളിലുണ്ടായിരുന്ന ആളിനെ താഴേക്ക് തെറിപ്പിച്ചു. അയാള് താഴെ വീണില്ല. അയാൾ കറങ്ങി വായുവിൽ തന്നെ സ്റ്റാൻഡ് ചെയ്തിട്ട് മാർക്കിന് നേരെ കുതിച്ചു. ഈ സമയത്ത് മാർക്കിനെ മുന്നിലൂടെ ചാടിച്ചവിട്ടിയ ആളുടെ ചവിട്ട് മാർക്കിനെ കൊള്ളുകയും ചെയ്തു. മാർക്കും ആ മൂവർ സംഘം തമ്മിലുള്ള സംഘടന ഏകദേശം ഒരു 6-7 മിനിറ്റ് ആയപ്പോൾ ആ ചുറ്റുപാടുമുള്ള സകല ബിൽഡിങ്ങുകളും ഏതാണ്ട് പൊളിഞ്ഞു വീഴുകയും ചെയ്തു. അവരുടെ സംഘടനത്തിൽ പിടിച്ചു നിൽക്കാൻ ആ ചുവരുകൾക്ക് പറ്റിയില്ല എന്നാണ് സത്യം. കെട്ടിടങ്ങൾ തകർന്നു വിടുന്നതിനിടയിൽ കൂടി മാർക്കും ആ മൂവർ സംഘവും രൂക്ഷമായ യുദ്ധത്തിലാണ്. ഫിസിക്കൽ ബോഡി കൊണ്ട് മാർക്ക് ഫെല്ലറെ തകർക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഏകദേശം ഒരു 6-7 മിനിറ്റ് ആയപ്പോഴേ ആ സഹോദരന്മാർക്ക് തോന്നി. ഷോങ് യൂറി വല്ലാത്തൊരു അമ്പരപ്പോടെ ആ കാഴ്ച കണ്ടു നിൽക്കുകയാണ്. മാ സഹോദരന്മാർ ആ ബ്ലഡ് സെക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോദ്ധാക്കളാണ്. മാ സഹോദരന്മാരെക്കാൾ ശക്തരായിട്ട് അവിടെ ഷോങ് യൂറിയുടെ പിതാവ് മാത്രമേ ഉള്ളൂ. ഷോങ് യൂറി യഥാർത്ഥത്തിൽ ആ മാ സഹോദരന്മാർക്കൊപ്പം നിൽക്കുന്ന ഒരു യോദ്ധാവാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആ മൂവർ സംഘം ഒരു നിമിഷം പരസ്പരം നോക്കിയിട്ട് പെട്ടെന്ന് പിന്നോട്ട് മാറി അവർ ശരിക്കും മറ്റെന്തോ പരിപാടി പ്ലാൻ ചെയ്യുകയാണെന്ന് മാർക്കിന് ബോധ്യമാകുമ്പോഴേക്കും അവരിൽ മൂത്തയാള് മാ ടൈറ്റൻ തറയിൽ ചമ്രം പടിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞു. അവിടെ ഇരുന്ന അയാൾ എന്തോ മന്ത്രം ചൊല്ലി തുടങ്ങിയാണ്. അയാൾ ഏതൊരു മാന്ത്രിക സ്പെല്ലിന് പ്ലാൻ ഇടുകയാണെന്ന് മാർക്കിന് മനസ്സിലായപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള കൗതുകം മാർക്കിനുണ്ട്. അയാളുടെ ആ മന്ത്രം ചൊല്ലൽ കണ്ട മാർക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇടതും വലതും നിൽക്കുന്ന ആ മാ സഹോദരന്മാരിൽ ഇളയാളും നടുക്കുള്ളയാളും ഒരു വല്ലാത്ത കാഴ്ചയായി മാറുകയാണ്. അവരുടെ ദേഹത്തു നിന്ന് പുഴുക്കൾ ഇഷ്ടംപോലെ അങ്ങനെ താഴേക്ക് വരികയാണ്. വായിലൂടെയും മൂക്കിലൂടെയും കാതിലൂടെയും കണ്ണിലൂടെയൊക്കെ പുഴുക്കൾ താഴോട്ട് ഒഴുകിയിറങ്ങിയാണ്. ഇതിപ്പോ എന്താ സംഭവം? മാർക്ക് അമ്പരപ്പോടെ ആ കാഴ്ചയിലേക്ക് എങ്ങനെ നോക്കുമ്പോൾ ഷൂ യുവാൻ നാൻകോങ്ങിനോട് പറഞ്ഞു, ബ്ലഡ് സെക്ഷന്റെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള അറ്റാക്കാണ് ഈ പുഴുക്കൾ ഉപയോഗിച്ചുള്ള അറ്റാക്ക്. ഇത് സാധാരണഗതിയിൽ അവർ പുറത്തെടുക്കാത്ത ഒന്നാണ്. ഷൂ യുവാനും നാൻകോങ്ങും അത് പറയുമ്പോൾ റെന്യോവിന്റെ ഒപ്പമുള്ള ആളുകളൊക്കെ അമ്പരപ്പോടെ ആ കാഴ്ചയിലേക്ക് തന്നെ നോക്കുകയാണ്. സാധാരണ ഒരു യോദ്ധാവിനെ നേരിടാൻ വേണ്ടി ബ്ലഡ് സെക്ഷൻ അവരുടെ ആ രഹസ്യ ഫോർമുല ഉപയോഗിക്കുന്നതല്ല. ഇവിടെ പക്ഷേ മാർക്കിനെ അവസാനിപ്പിക്കാനായി ഗത്യന്തരമില്ലാതെ അവർ അത് തന്നെ എടുക്കുകയാണ്. അങ്ങനെ അവർ പറയുമ്പോഴേക്കും ആ രണ്ട് സഹോദരന്മാരുടെയും ബോഡിക്ക് ചുറ്റുമായി ടൺ കണക്കിന് പുഴുക്കൾ നിറഞ്ഞു കഴിഞ്ഞു. നമുക്കിപ്പോ ആ സഹോദരന്മാരെ കാണാൻ പറ്റില്ല. ആ സഹോദരന്മാർ പൂർണ്ണമായും ആ പുഴുക്കളുടെ കൂമ്പാരത്തിനകത്ത് പെട്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ പുഴുക്കൾ, ഒരു വലിയ വൈക്കോൽ കൂന പോലെ ആ ബോഡികൾക്ക് ചുറ്റുമായി പുഴുക്കൾ നിറഞ്ഞിരിക്കുകയാണ്. ആ പുഴുക്കൾ നിറയുന്ന സമയത്താണ് മാർക്ക് ഫെല്ലർ മറ്റൊരു കാഴ്ച കണ്ടത്. അവിടെ ആ മൂത്ത സഹോദരൻ ടൈറ്റന്റെ അടുത്തേക്ക് ആ പുഴുക്കൾ നീങ്ങുകയാണ്. മാർക്കും കൂടുതലുള്ള ആളുകളൊക്കെ വല്ലാത്തൊരു അതിശയത്തോടെ ആ കാഴ്ച അങ്ങനെ കാണുമ്പോൾ രണ്ട് വശത്തുനിന്നായി ആ ടൺ കണക്കിന് പുഴുക്കൾ അവിടെ ആ ചമ്രമടിഞ്ഞിരിക്കുന്ന മാ ടൈറ്റന്റെ ബോഡിയിലേക്ക് ഇരച്ചു കയറി. ആ ബോഡിയിലേക്ക് ആ പുഴുക്കൾ അങ്ങനെ ഇരച്ചു കയറുമ്പോൾ അയാൾ കണ്ണടച്ചിരിക്കുകയാണ്. അയാളുടെ ദേഹത്തേക്ക് കയറിയ പുഴുക്കൾ അയാളുടെ ചെവിയിലൂടെയും മൂക്കിലൂടെയും വായിലൂടെയും കണ്ണിലൂടെയൊക്കെ അങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. ശരിക്കും രണ്ട് സഹോദരന്മാരുടെ ബോഡി പുഴുക്കളുടെ രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് ശരിക്കും ആ രണ്ട് സഹോദരന്മാരുടെയും ദേഹത്തുനിന്ന് പുറത്തേക്കിറങ്ങിയ പുഴുക്കളാണ് ഇപ്പോൾ ആ മൂത്ത സഹോദരന്റെ പുറത്തേക്ക് കയറുന്നത്. മാർക്ക് പെട്ടെന്ന് ആ രണ്ട് സഹോദരന്മാരുടെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ആ സഹോദരന്മാരില്ല. ആ സഹോദരന്മാർ രണ്ടുപേരും അവരുടെ ബോഡിയെ ആ പുഴുക്കളായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ആയിരക്കണക്കിനെന്നോ പതിനായിരക്കണക്കിനെന്നോ പറയാൻ കഴിയുന്ന ശൈലിയിലുള്ള പുഴുക്കളായി അവരവരുടെ ബോഡിയെ മാറ്റിയിരിക്കുകയാണ്. എന്തോ ഒരു മാന്ത്രിക ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത്. അക്കാര്യത്തിൽ മാർക്കിന് സംശയമൊന്നുമില്ല. ആ കാര്യം മാർക്കിന് ഇപ്പോൾ ഉറപ്പാണ്. മാർക്ക് എന്തായിരിക്കും അതിൻ്റെ ഇഫക്റ്റ് എന്നറിയാനായി അങ്ങനെ നിൽക്കുമ്പോൾ
ഷൂ ഇവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ തീർന്നടാ. ഈ ഡയലോഗ് അയാൾ കുറെ നേരമായിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. മാർക്ക് ആ ശമ്പളം അടിച്ചിരിക്കുന്ന വ്യക്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആ എൻറ്റിയർ പുഴുക്കളും ഇപ്പോൾ അയാളുടെ ദേഹത്ത് കയറി കഴിഞ്ഞു. ആ രണ്ട് ബോഡിയും പൂർണ്ണമായി അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇപ്പൊ ഒരൊറ്റ ബോഡിയേ ഉള്ളൂ. അത് മാറ്റ് ടൈറ്റന്റെ ബോഡിയാണ്. മാറ്റ് ടൈറ്റന്റെ ബോഡിയിൽ ആ പുഴുക്കൾ എങ്ങനെ അപ്രത്യക്ഷമായി എന്ന് മാർക്ക് ആലോചിക്കുമ്പോൾ ആ ടൈറ്റന്റെ ഇരു കവിളുകളും പതുക്കെ പൊട്ടി തുടങ്ങി. ആ കവിളുകൾ പെട്ടെന്നൊരു ശബ്ദത്തിലൂടെയാണ് പൊട്ടിയത്. മാർക്ക് മാത്രമല്ല, അവിടെയുള്ള മുഴുവൻ ആളുകളും ആ കാഴ്ച കണ്ട് അമ്പരപ്പോടെ ടൈറ്റന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ടൈറ്റന്റെ ഇടത് കവിളിൽ കൂടി ഇളയ അനുജനും വലത് കവിളിൽ കൂടി രണ്ടാമത്തെ അനുജനും പുറത്തേക്ക് വരികയാണ്. ശരിക്കും അവരുടെ തല മാത്രമാണ് പുറത്തു വരുന്നത്. ആ തല ഒരു വല്ലാത്ത ഭാവത്തിലാണ്. ജ്വലിക്കുന്ന കണ്ണുകൾ ആ രണ്ട് തലകളിലുമുണ്ട്. ജ്വലിക്കുന്ന കണ്ണുകൾക്കൊപ്പം നാക്ക് നീണ്ടിരിക്കുകയാണ്. മുഖം മുഴുവൻ രക്തം അങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. ആ മുഖത്തൊക്കെ പുഴുക്കൾ അങ്ങനെ പറ്റിക്കിടക്കുകയാണ്. ശരിക്കും പെട്ടെന്ന് ആ ടൈറ്റന്റെ മുഖം 3 മുഖമുള്ള ഒരു മുഖമായി മാറി എന്ന് പറയാം. അയാളുടെ ഇടത് കവിളിലും വലത് കവിളിലുമായി 2 രൂപങ്ങൾ. മാർക്ക് വളരെ ശ്രദ്ധിച്ച് ആ സംഭവ വികാസത്തിലേക്ക് അങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു കാഴ്ച കൂടി മാർക്ക് കണ്ടു. ആ ടൈറ്റൻ സാവധാനം എണീക്കുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. ടൈറ്റൻ എണീറ്റതും ടൈറ്റന്റെ ബോഡിയിൽ 2 കൈകൾ കൂടി പതുക്കെ പതുക്കെ ഉണ്ടായി വരികയാണ്. ടൈറ്റന്റെ 2 കൈക്ക് പകരം ഇപ്പോ 4 കൈകളായി. ആ കൈകൾക്ക് വളരെ ഈസി ആയിട്ട് പുറകോട്ട് ചലിപ്പിക്കാൻ പറ്റും. മനുഷ്യനല്ലാത്ത ഒരു ജീവിയുടെ സകല ലക്ഷണങ്ങളും ഇപ്പൊ കാണാം. 3 തലകൾ, 4 കൈ, പക്ഷെ 2 കാലേ ഉള്ളൂ. അയാൾ ആ 4 കൈകളും 4 ദിശകളിലേക്ക് അങ്ങനെ വിടർത്തിയതും അയാൾക്ക് ചുറ്റുമായി ഒരു ചുവന്ന പ്രകാശം ഉണ്ടായി. അയാൾക്ക് ചുറ്റും വന്ന ആ പ്രകാശം പെട്ടെന്ന് അങ്ങ് വലുതായി വരികയാണ്. ആ ചുവപ്പ് പ്രകാശം ആ എൻറ്റയർ ഏരിയ അങ്ങ് വ്യാപിച്ചു തുടങ്ങിയതും ആ പ്രകാശം മാർക്ക് ഫിൽഡറെ അടുത്തേക്ക് എത്തി. ആ പ്രകാശം മാർക്ക് ഫിൽഡറെ അടുത്തേക്ക് വരുമ്പോൾ ആ പ്രകാശം വ്യാപിച്ച മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഓടി മാറുന്നുണ്ട്. ആ പ്രകാശം മാർക്കിനടുത്ത് എത്തിയപ്പോഴാണ് മാർക്കിനും അതിൻ്റെ അപകടം മനസ്സിലായത്. ഒരു വല്ലാത്ത പ്രഷർ അവിടെ അനുഭവപ്പെടുകയാണ്. ആ പ്രകാശം മാർക്ക് നിൽക്കുന്ന ആ തറ അങ്ങ് കവർ ചെയ്തു. മാർക്ക് ആ പ്രകാശത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ആ മാറ്റ് ടൈറ്റനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാറ്റ് ടൈറ്റൻ അയാളുടെ കാലുകൾ തറയിൽ നിന്ന് ആഞ്ഞു ചവിട്ടി. തറയിൽ അയാൾ കാല് ആഞ്ഞു ചവിട്ടിയതും ശരിക്കും അയാൾ ചവിട്ടിയ മേഖലയിൽ നിന്ന് തരംഗങ്ങൾ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു തുടങ്ങി. നേരത്തെ തന്നെ ഇടിഞ്ഞു തുടങ്ങിയിരുന്ന കെട്ടിടങ്ങൾ, ആ തരംഗങ്ങൾ ആ കെട്ടിടങ്ങളിലേക്ക് ഇടിച്ചു കയറിയതും തകർന്ന് താഴേക്ക് വീണു തുടങ്ങി. തറയിലേക്ക് ആഞ്ഞു ചവിട്ടിയ ആ മാറ്റ് ടൈറ്റൻ ഇതിനിടയിൽ ആകാശത്തേക്ക് കുതിച്ചു വരികയും ഒരൊറ്റ കുതിപ്പിന് അയാൾ മാർക്കിനെ മുന്നിലെത്തുകയും ചെയ്തു. മാർക്കിന്റെ മുന്നിലെത്തിയ അയാൾ മാർക്കിനെ ആഞ്ഞൊരൊറ്റ ഇടി. സ്വാഭാവികമായിട്ടും മാർക്ക് ഫെല്ലോ തിരിച്ച് പഞ്ച് ചെയ്തു. ആ പഞ്ച് മാർക്ക് തടുക്കുമ്പോഴാണ് മാർക്കിന് ആ കാര്യം മനസ്സിലാവുന്നത്. അയാളുടെ ശക്തി വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഒറ്റ ഇടിയിൽ മാർക്ക് ഫെല്ലർ ശരിക്കും പുറകോട്ട് തെറിച്ചു. ഏകദേശം ഒരു 10-25 അടി പുറകോട്ട് ആ തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിലേക്ക് മാർക്ക് ഫെല്ലർ ചെന്ന് വീഴുകയാണ്. ആ ഭാഗത്ത് മാർക്ക് തെറിച്ചു പോയി വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ആളുകളുടെ മുഖത്തും വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവുകയാണ്. ബ്ലഡ് സെക്ഷന്റെ പ്രഖ്യാപിതമായ ഗോസ്റ്റ് ഫോർമുലയാണ് അവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ആ ഗോസ്റ്റ് ഫോർമുലയുടെ ഭാഗമായ 2 പേർ അവരുടെ പൂർണ്ണ ഊർജവും മൂന്നാമനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. മൂന്നാമൻ ആ മുഴുവൻ ഊർജവും ഉപയോഗിച്ചുകൊണ്ട് എതിരാളിയെ നേരിടുന്ന ഒരു തന്ത്രമാണ്. അവിടെ ആ ശൈലി തന്ത്രം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതിനെ ഗോസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത്. ആ ഗോസ്റ്റ് ഫോർമുല ഉപയോഗിക്കുന്ന ആളുടെ ശക്തി ഒരുപാട് മുകളിലേക്ക് ഉയരും. 3 പേരും 7th ലെവലിലെ ട്രൂ സെയിന്റുകളാണ്. ആ 3 ട്രൂ സെയിന്റുകളുടെ ശക്തി ഒന്നിച്ച് ഒരാളിലേക്ക് കയറിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ ശക്തി വർദ്ധിച്ചു. മാർക്ക് ഫെല്ലർ തെറിച്ചു വീണ ഭാഗത്തേക്ക് പാഞ്ഞെത്തിയ മാറ്റ് ടൈറ്റൻ ഒരൊറ്റ ഇടി. ആ ഇടി മാർക്കിന്റെ പുറത്തേക്ക് വീഴുന്നതും മാർക്കിനെ എണീക്കാൻ പറ്റാത്ത ശൈലിയിൽ ആ കെട്ടിടങ്ങൾക്കിടയിൽ മാർക്ക് താഴ്ന്നു തുടങ്ങി. അത് കണ്ട അയാൾ വീണ്ടും മാർക്കിനെ ആഞ്ഞിടിച്ചു തുടങ്ങി. തുരുതുരായി ഇടിക്കുകയാണ്. മാർക്കിനെ എന്തെങ്കിലും ഡിഫൻസ് ഒരുക്കാൻ കഴിയും മുമ്പ് മാർക്കിനെ തലങ്ങും വിലങ്ങും പഞ്ച് ചെയ്ത അയാൾ മാർക്ക് വീണ ഭാഗത്ത് ഒരു വലിയ കുഴി തന്നെ ഉണ്ടാക്കി. അയാളുടെ ആ പഞ്ചിൽ മാർക്കിന് ചുറ്റുമുള്ള സകല മണ്ണും ചിതറിത്തെറിക്കുകയാണ്. ഒരു വൻ കുഴി അവിടെ രൂപപ്പെട്ടു. ആ കുഴി രൂപപ്പെട്ട് മാർക്ക് ഫെല്ലർ ഒത്തിരി താഴേക്കാകുന്നവരെ അയാൾ നിരന്തരമായി പഞ്ച് ചെയ്യുകയാണ്. മാർക്ക് ഒത്തിരി താഴേക്കായി അനക്കമില്ലാതെ കണ്ടതും അയാള് ആ പഞ്ചൊന്ന് നിർത്തി. ഇപ്പോ സകല ആളുകൾക്കും വല്ലാത്തൊരു ആവേശം. മാർക്കിനെ ആ ശൈലിയിൽ
സ്വന്തം കൈകൾ കൊണ്ട് ഒരാൾ ഇടിച്ചിടിച്ച് കൊല്ലുമെന്ന് അവരാരും കരുതിയിരുന്നില്ല എന്നാണ് സത്യം. പക്ഷെ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അയാൾ ആ ഇടി നിർത്തുന്ന സമയത്ത് അവിടെ ഒരു കാഴ്ച കൂടി കാണാം. പൊടിയുടെ ഒരു ബഹളം. മാർക്ക് ഫെല്ലർ താഴേക്ക് താണു പോകുമ്പോൾ മണ്ണിങ്ങനെ മുകളിലേക്ക് ഉയർന്ന് അവിടെ ഒരു പൊടിപടലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൊടിപടലത്തിലേക്ക് ആളുകൾ നോക്കുമ്പോഴാണ് ഒരു ശബ്ദം അവർ കേൾക്കുന്നത്. നിർത്തിയോ? ശബ്ദം താഴെയുള്ള കുഴിക്കകത്തു നിന്നാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് മാറ്റ് ടൈറ്റൻ നോക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ ആ കുഴിയിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വന്ന മാർക്ക് ഫെല്ലർ ആ കുഴിയുടെ കരയിൽ ലാൻഡ് ചെയ്യുമ്പോൾ സകലരും അമ്പരപ്പോടെ മാർക്കിന്റെ ബോഡിയിലേക്കാണ് ഒന്ന് നോക്കിയത്. മാർക്കിന്റെ ബോഡിയിൽ ഒരു പരിക്കുമില്ല. ഇത്രയും നേരം മാർക്കിന്റെ പുറത്ത് പഞ്ച് ചെയ്ത ആ മാറ്റ് ടൈറ്റന്റെയും മുഖങ്ങ് വിളറി. അയാളുടെയും അയാളുടെ സഹോദരന്മാരുടെയും ശക്തി ഒന്നിച്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഗോസ്റ്റ് ഫോർമുലയുടെ ശക്തി ഉപയോഗിച്ചാണ് മാർക്കിനെ പഞ്ച് ചെയ്തത്. പക്ഷെ ആ പഞ്ചുകൾ മാർക്കിന്റെ പുറത്ത് ഒരു ഇഫക്റ്റും ഉണ്ടാക്കിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പൊ അവരുടെ മുന്നിൽ കാണുന്നത്. മാർക്ക് ആ കരയിലേക്ക് വന്നതും മുന്നോട്ടൊന്ന് കുതിച്ചു. ലൈൻ വേർഡ് ഫോർമുലയും ആ ഷൂവിന്റെ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ടൈറ്റന്റെ മുന്നിലെത്തിയ മാർക്ക് ഫെല്ലറുടെ വലത് കൈ ഒന്ന് പുറകോട്ട് നീങ്ങി ഒരു അച്ഛ ഇടി മുന്നിലേക്ക്. ആ ഇടി കറക്റ്റ് അയാളുടെ മൂക്കിൽ തന്നെ പതിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് ടൈറ്റന് മനസ്സിലാകും മുമ്പ് മാർക്കിന്റെ അതിശക്തമായ പഞ്ച് ടൈറ്റന്റെ മൂക്കിനെ ഇടിച്ച് അകത്തേക്ക് കയറ്റി. അയാളുടെ വായിൽ നിന്ന് ആ നിമിഷത്തിൽ കുടം കണക്കിന് ചോര പുറത്തേക്ക് തള്ളപ്പോൾ മാർക്കിന്റെ ഇടത് കൈ അയാളുടെ കണ്ണ് ലക്ഷ്യമാക്കി പതിക്കുകയാണ്. മാർക്കിന്റെ ഇടത് കൈ പതിച്ചത് അയാളുടെ വലത് കണ്ണിലാണ്. ആ ഇടത് കൈയിൽ ഒരു ഗ്ലൗ ഉണ്ട്. ആ ഗ്ലൗവിന്റെ ഫയറിംഗ് പവർ ആ ഇടിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. മാർക്കിന്റെ ഇടത് കൈ പതിച്ച സ്ഥലത്ത് നിന്ന് ടൈറ്റന്റെ തലയുടെ ഒരു ഭാഗം അടർന്നങ്ങ് തെറിച്ചു. അയാളുടെ ഇടത് കണ്ണും തലയുടെ പകുതിയും ഷോൾഡറും ഒക്കെ അറ്റങ്ങ് പോയി. അമ്പരപ്പിക്കുന്ന ഒരു രംഗത്തിന് ഇപ്പോൾ ആളുകൾ സാക്ഷിയാവുകയാണ്. ടൈറ്റന്റെ ഇടത് വശം ഇല്ല. ആ ഭാഗം പൂർണ്ണമായി തെറിച്ചു പോയിരിക്കുകയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറുടെ വലത് കൈ ആ വലത് കണ്ണിന്റെ ഭാഗത്ത് പതിച്ചു. ആ കണ്ണും പുറകുള്ള തലയൊക്കെ ആ ഒരൊറ്റ ഇടിയിൽ അങ്ങ് ചിതറി. ഏതാനും മാംസ കഷ്ണങ്ങൾ മാത്രമാണ് ബാക്കി അവിടെ ബാലൻസ് ഉള്ളത്. തവിട് പൊടി പോലെ പൊടിഞ്ഞ് താഴേക്ക് വീണു. ഇപ്പോൾ പൂർണ്ണ നിശബ്ദതയാണ് ആ എൻ്റെ സ്ഥലത്തുമുള്ളത്. സഹോദരന്മാർ 3 പേരും മാർക്കിന്റെ ആ അറ്റാക്കിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ജ്യേഷ്ഠന്റെ ശക്തി വർദ്ധിപ്പിക്കാനായി സ്വന്തം ശക്തിയും ശരീരവും വിട്ടുകൊടുത്ത ആ 2 സഹോദരങ്ങൾ കൂടി ആ ടൈറ്റൻ കൊല്ലപ്പെട്ടപ്പോൾ കൂടെ അവസാനിക്കുകയാണ്. സകല ആളുകളും നിശബ്ദരായി നിൽക്കുന്ന ആ നിമിഷത്തിൽ ഈ കാഴ്ച കണ്ട സോങ് യൂറി മാർക്കിനെ നോക്കി അലറി, നീ ബ്രദേഴ്സിനെ കൊന്നല്ലേ? മാർക്ക്, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ കൈകളൊന്ന് അനക്കിയതും അനവധി ചെറിയ വണ്ടുകൾ അയാളുടെ അടുത്തുനിന്ന് അതിവേഗം മാർക്കിനെ അങ്ങ് അറ്റാക്ക് ചെയ്ത് തുടങ്ങി. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗത്തിലാണ് ആ വണ്ടുകൾ അയാളുടെ ഭാഗത്തു നിന്ന് മാർക്കിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നത്. ആ വണ്ടുകളുടെ ലക്ഷ്യം മാർക്കിന്റെ ഡിവൈൻ സെൻസ് ആണെന്ന് ആ വണ്ടുകൾ മാർക്കിനെതിരെ പാഞ്ഞു വന്നതും മാർക്കിന് മനസ്സിലായി. മാർക്ക് പെട്ടെന്ന് ആ ഗ്ലൗ ഉള്ള കൈ കൊണ്ട് ഒരു വലയം സൃഷ്ടിച്ച് ആ വണ്ടുകളെ തള്ളി മാറ്റാൻ നോക്കുന്ന ആ നിമിഷത്തിൽ എവിടെ നിന്നോ ചെറിയ ചില ജീവികൾ മാർക്കിന്റെ ബോഡിയിലേക്ക് പാഞ്ഞു കയറി. ആ ജീവികൾ മാർക്കിന്റെ ബോഡിയിൽ പലയിടത്തും പറ്റിപ്പിടിച്ചു. അത് കണ്ടതും സോങ് യൂറി ഒന്ന് ചിരിച്ചു. മാർക്ക്, അത് പാരസൈറ്റുകളാണ്, അവ നിന്നെ കൊണ്ടേ പോകൂ. അങ്ങനെ സോങ് യൂറി പറഞ്ഞതും മാർക്ക് സോങ് യൂറിയുടെ മുന്നിലെത്തിയതും ഒരേ നിമിഷത്തിലാണ്. സോങ് യൂറിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ കൈ സോങ് യൂറിയുടെ കഴുത്തിൽ പതിച്ചു. സോങ് യൂറിയുടെ കഴുത്തിൽ മാർക്ക് പിടിമുറുക്കിയതും സോങ് യൂറി അലറി തുടങ്ങി. മാർക്ക്, എന്നെ വിട്. നിന്നെ വിടാനോ? നീ ആദ്യം എന്റെ പുറത്ത് കയറ്റിയ ആ പാരസൈറ്റുകളെ വിട്. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടുകൂടി മിന്നൽ അവരുടെ തൊട്ടുപിന്നിൽ വന്ന് തറയിൽ പതിച്ചു. മിന്നൽ പതിച്ചതും ഒരു ശബ്ദവും അവരെ തേടി വന്നു. ശരിക്കും ഒരു അശരീരിയാണ്. എല്ലാവരും സെവന്ത് പർഗറ്ററിയിലേക്ക് തിരികെ. ഇത് ഈവിൾ എക്സ്റ്റർമിനേറ്ററുടെ ഓർഡറാണ്. ഓർഡർ അനുസരിക്കാത്തവരെ ആ നിമിഷം അവസാനിപ്പിക്കും. വല്ലാത്തൊരു മുഴക്കത്തോടെ ആ ശബ്ദം അങ്ങനെ കേട്ടതും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അമ്പരപ്പോടെ മാർക്കിനെയും സോങ് യൂറിയെ നോക്കിയിട്ട് ആ രംഗത്ത് നിന്ന് ഓടി മാറുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. അവരൊക്കെ ഓടിപ്പോകുന്നത് വാർഷിപ്പുകൾ കിടക്കുന്ന ഭാഗത്തേക്കാണ്.
ആ വാർഷിപ്പുകൾ കയറി ആ ടീം അതിവേഗം സെവന്ത് പർഗട്ടറി ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങുകയും ചെയ്തു. ഈ സമയത്ത് മാർക്ക് ആ സോങ്ങിയരുടെ കഴുത്തിൽ ആഞ്ഞു പിടിച്ചിരിക്കുകയാണ്. സോങ്ങിയരുടെ കഴുത്തിൽ പിടിച്ചിരിക്കുന്ന മാർക്കിനോടായി ആ സമയത്ത് ഒരു മധ്യവയസ്കൻ ഒരു ഓർഡർ കൊടുത്തു. മാർക്ക്, അയാളെ വിടാനോ? ഇയാളെ വിട്ടാൽ ഈ പാരസൈറ്റുകളെ ഇയാൾ മോചിപ്പിക്കത്തില്ല. ഇയാള് പാരസൈറ്റുകളെ മോചിപ്പിച്ചാലേ എനിക്ക് ഇയാളെ വിടാൻ പറ്റൂ. മാർക്ക്, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, ആദ്യം അവനെ വിട്. നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവനെ വിടാൻ പറ്റില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും അയാൾ ആകാശത്തേക്ക് ഉയർന്നു. ആ നിമിഷത്തിൽ അയാളുടെ കയ്യിൽ ഒരു വാളുണ്ട്. ആ വാള് കൊണ്ട് അയാൾ മാർക്ക് ഫെല്ലർക്ക് നേരെ ആഞ്ഞൊരൊറ്റ വെട്ടു. ആകാശത്ത് നിന്ന് ഒരു സോഡ് ലൈറ്റ് മാർക്കിന് നേരെ പാഞ്ഞു വന്നതും മാർക്ക് ആ ഇടത് കൈകൊണ്ട് ആ സോഡ് ലൈറ്റിലേക്ക് ആഞ്ഞൊരൊറ്റ ഇടി. ആ സോഡ് ലൈറ്റ് അവിടെ തകർന്നു എന്ന് മാത്രമല്ല, ആ സോഡ് ഉപയോഗിച്ച ആ മധ്യവയസ്കൻ ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു. അയാളുടെ മുഖത്ത് ഒരു അമ്പരപ്പുണ്ട്. പക്ഷെ ആ നിമിഷത്തിൽ ഒരു ശബ്ദം മാർക്ക് കേട്ടു. ഈവിൾ ടെർമിനേറ്ററുടെ വാക്കുകൾ ധിക്കരിക്കുന്നത് ആരാണെങ്കിലും അവർ അവസാനിക്കും. രണ്ടാമതും ആ വാണിംഗ് കേട്ടതും മാർക്ക് ഫെല്ലർ മനസ്സോടെ സോങ് യൂറുടെ കഴുത്തിൽ നിന്ന് കൈയെടുത്തു. മാർക്ക് സോങ് യൂറുടെ കഴുത്തിൽ നിന്ന് കൈയെടുത്തതും അയാളുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന ആ മധ്യവയസ്കൻ സോങ് യൂറിയുമായി ആ സെവന്ത് പർഗട്ടറി ലക്ഷ്യമാക്കി ഒരൊറ്റ കുതിപ്പ്. മാർക്കിനോട് സംസാരിക്കാൻ പോലും അവരാരും താല്പര്യം കാണിച്ചില്ല എന്നതാണ് വ്യക്തം. ഈ നിമിഷത്തിൽ മാർക്ക് മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ആ ഷൂ യുവാനും നാൻകുങ്ങും ഒക്കെ സെവന്ത് പർഗട്ടറിലേക്ക് തിരിക്കുന്ന കാഴ്ച. മാർക്ക് പെട്ടെന്ന് തന്നെ മാർക്ക് വന്ന ആ ഷിപ്പ് റെഡിയാക്കി അതിൽ സെവന്ത് പർഗട്ടറിലേക്ക് തിരിച്ചു. മാർക്ക് ആ വാർഷിപ്പിൽ സെവന്ത് പർഗട്ടറിയിലേക്ക് അങ്ങനെ അതിവേഗം പാഞ്ഞു പോകുമ്പോൾ മാർക്കിന് ഒരുപാട് ആളുകൾ അവിടേക്ക് പാഞ്ഞു പോകുന്നത് കാണാം. സകലരും വല്ലാത്ത ടെൻഷനിലാണ്. ഈവിൾ ടെർമിനേറ്ററുടെ ഓർഡറാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. സകല ആളുകളും സെവന്ത് പർഗട്ടറിയിൽ ചെല്ലണമെന്നാണ് അയാളുടെ ഓർഡർ. ആ ഓർഡർ അനുസരിച്ചില്ലെങ്കിൽ ആ ആളെ ഈവിൾ ടെർമിനേറ്റർ അവസാനിപ്പിക്കും. അതറിയാവുന്ന ആളുകൾ തർക്കിക്കാൻ പോലും നിൽക്കാതെ സെവന്ത് പർഗട്ടറിലേക്ക് അതിവേഗം മൂവ് ചെയ്യാണ്. ആ സെവന്ത് പർഗട്ടറിലേക്ക് അതിവേഗം മൂവ് ചെയ്യുന്ന ആളുകളോടായി മാർക്ക് ചോദിച്ചു, എന്താ സംഭവം? അറിയില്ല, ഈവിൾ ടെർമിനേറ്റർ അങ്ങോട്ട് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരും അതിവേഗം മുന്നോട്ട് പോവുകയാണ്. മാർക്കിന് ആകെ ഒരു സംശയം. സെവന്ത് പർഗട്ടറിയിൽ പോകുന്ന മാർക്ക് ഒരു കാരണവശാലും അവിടെയുള്ള ആ മിസ്റ്റിക് വേൾഡ് തുറക്കാൻ ശ്രമിക്കരുതെന്ന് മാർക്കിനോട് മീശ നേരത്തെ പറഞ്ഞിരുന്നു. ആ മിസ്റ്റിക് വേൾഡ് തുറക്കാൻ വേണ്ടിയാണ് ആ ഫോർമേഷൻ മാസ്റ്റർ വാങ് ഫെങ്ങിനെ ബ്ലഡ് സെക്ഷൻകാർ സെവന്ത് പർഗട്ടറിയിലേക്ക് പിടിച്ചുകൊണ്ട് പോയത്. അയാളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചെങ്കിലും അത് തുറക്കാൻ പറ്റിയില്ല. അത് തുറക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കരുതെന്നാണ് മാർക്ക് ഫെല്ലറോട് മീശ പറഞ്ഞിരിക്കുന്നത്. മാർക്കിന് ഈ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽ തുറക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് മീശയ്ക്ക് അറിയാം. മാർക്ക് ഭൂമിയിൽ വെച്ച് അങ്ങനെ ചില കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഹോളിവിജിൽ വന്നതിന് ശേഷവും മാർക്കിന്റെ പല എക്സ്പ്ലോറേഷനും മീശ അടുത്തുനിന്ന് കണ്ടതാണ്. സെയിന്റ് സ്കൂളിന്റെ സഹായത്തോടെ നടത്തിയ എക്സ്പ്ലോറേഷൻ മാർക്കിന്റെ ഒരു വല്ലാത്ത കപ്പാസിറ്റിയാണ് കാണിക്കുന്നത്. മാർക്ക് ചിലപ്പോ ആ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടക്കും. അത് അപകടമാണെന്നാണ് മീശ മാർക്കിനോട് പറഞ്ഞിരുന്നത്. ആ കാര്യം ആ സെവന്ത് പർഗട്ടറിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മാർക്കിന്റെ മനസ്സിലേക്ക് വന്നു. ഇനി ആ മിസ്റ്റിക് വേൾഡ് എങ്ങാനും ഓപ്പൺ ആയോ? മാർക്ക് വല്ലാത്ത ടെൻഷനോടുകൂടി ആ സെവന്ത് പർഗട്ടറിയിൽ എത്തുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ഷൂ യുവാനും നാൻകോങ്ങും റെന്നുവും അതുപോലെ സോ യൂറിയൊക്കെ മാർക്കിന്റെ തൊട്ടു മുമ്പായിട്ട് അവരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് പുറമെ അതിശക്തരായ യോദ്ധാക്കളുടെ വൻ സാന്നിധ്യം മാർക്ക് അവിടെ കണ്ടു. സാക്ഷാൽ ഈവിൾ ടെർമിനേറ്റർ അവിടെ ഉണ്ട്. അയാൾക്കൊപ്പം എപ്പോഴും രണ്ടാളുകളിലൂടെ കാണും, ഒരു ആണും ഒരു പെണ്ണും. ആ ആണ് ലേശ പ്രായമുള്ള വ്യക്തിയാണ്. ആ ആളെ ആ ഈവിൾ ടെർമിനേറ്റർ വിളിക്കുക അങ്കിൾ ലിങ് എന്നാണ്. ആ അങ്കിൾ ലിങ് എന്ന് വിളിക്കുന്ന ആളും അവിടെ ഉണ്ട്. അയാൾക്കൊപ്പമുള്ള ആ ലേഡി അവരും അതിശക്തിയാണ്. ടാനിയ എന്ന് വിളിക്കപ്പെടുന്ന അവരും അവിടെ ഉണ്ട്. ഇവർക്ക് പുറമെ ആ സോഡ് മാസ്റ്റർ ഹീമൻ ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും പുറമെ അതിശക്തരായ അനവധി ആളുകൾ കൂടി അവിടെ ഉണ്ട്. മാർക്ക് ഫെല്ലർ അമ്പരപ്പോടെ അവിടെ നിൽക്കുന്ന ആളുകളേക്ക് നോക്കുമ്പോൾ സകല ആളുകളുടെ ശ്രദ്ധ മുൻവശത്ത് കാണുന്ന വിശാലമായ ആ കാട്ടിലാണ്. ആ കാടിന്റെ അകത്തേക്ക് കടക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. മാർക്ക് അടുത്തേക്ക് ആളോട് ചോദിച്ചു, എന്താ സംഭവം? അവിടെ ആ കാട്ടിനകത്ത് ഒരു കൊട്ടാരം പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. കൊട്ടാരമോ? അതെ, ഗോസ്റ്റ് മാൻഷൻ. ഗോസ്റ്റ് മാൻഷനോ? അതെ, പ്രേതങ്ങളുടെ പാലസ്. പ്രേതങ്ങളുടെ ഒരു കൊട്ടാരം ആ കാട്ടിനകത്ത് പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. അതൊരു അമ്പരപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന, കൗതുകമുണർത്തുന്ന ഒരു വാർത്തയാണ്. മാർക്കിന് ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി തുടങ്ങി. ഈ സമയത്ത് ആ ഈവിൾ ടെർമിനേറ്ററുടെ മുഴങ്ങുന്ന ശബ്ദം
അവിടെ എല്ലായിടത്തുമായി കേട്ടു. കാലങ്ങൾക്ക് ശേഷം ആ മാസ്ക് വെച്ച സ്ത്രീ വീണ്ടും വരികയാണ്. മാസ്ക് വെച്ച സ്ത്രീ എന്ന് കേട്ടപ്പോൾ മാർക്കിന്റെ കാലിൽ നിന്ന് ഒരു തരിപ്പ്, ഒരു വിറയൽ അങ്ങ് തല വരെ കടന്നു വന്നു. അതേ തരിപ്പ് അവിടെയുള്ള മുഴുവൻ ആളുകൾക്ക് അനുഭവപ്പെടുകയാണ്. മാസ്ക് വെച്ച സ്ത്രീ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ്. സകലരും ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ഈവിൾ ടെർമിനേറ്ററുടെ ശബ്ദം അവർക്ക് വ്യക്തമായി കേൾക്കാം. ആ മാസ്ക് വെച്ച സ്ത്രീ ഇതിനു മുമ്പ് 8 തവണ ഈ പ്രപഞ്ചത്തിൽ അവതരിച്ചിട്ടുണ്ട്. ഇതവരുടെ 9ാം ജന്മമാണ്. കഴിഞ്ഞ 8 തവണയും അവർ ടാർഗറ്റ് ചെയ്തത് ആ കാലഘട്ടത്തിലെ യോദ്ധാക്കളെ മാത്രമാണ്. ഇവിടെ നിങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തിയത് ഈ പ്രാവശ്യം അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒന്നിച്ചു നിന്ന് ആ മാസ്ക് വെച്ച സ്ത്രീയെ അവസാനിപ്പിക്കണം. ഈവൽ ടെർമിനേറ്റർ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയതും അവിടെ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ അമ്പരപ്പടി തൊട്ടു മുന്നിലുള്ള ആ കാട്ടിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ കാടിനകത്ത് ഒരു കൊട്ടാരം ഉയർന്നു വരുമെന്നാണ് അവരെല്ലാവരും കേട്ടിരിക്കുന്നത്. ആ കൊട്ടാരം ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. സകലരുടെയും കണ്ണുകൾ ആ കാട്ടിലേക്കാണെന്ന് കണ്ടതും ഈവൽ ടെർമിനേറ്റർ അടുത്തിരിക്കുന്ന ഒരാള് ഉറക്കെ പറഞ്ഞു, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ പാലസ് അവിടെ ഉയർന്നു വരും. ആ പാലസ് ഗോസ്റ്റ് പാലസ് ആണ്. ആ പാലസ് ഉയർന്നു വന്നാൽ നമുക്ക് ആ പാലസ് ആക്രമിക്കണം. ആ പറഞ്ഞ വ്യക്തിയെ മാർഫല സസൂക്ഷ്മം നോക്കുമ്പോൾ അടുത്തേക്കുന്ന ആൾ മാർക്കിനോട് പറഞ്ഞു, ആ വ്യക്തി ഒരു ലെജൻഡാണ്. അദ്ദേഹം നമ്മുടെ ഈ ഗാലക്സിയിലെ ഏറ്റവും ശക്തനാണ്. ഈവൽ ടെർമിനേറ്ററേക്കാൾ ശക്തനായ വ്യക്തിയാണ് അയാളെന്നുള്ള ഒരു ധ്വനി ആ വാചകത്തിലുണ്ട്. എന്താ അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന്റെ പേര് ചാങ് റേ എന്നാണ്. ചാങ് മാങ്ങിനെ പോലുള്ള ഒരു പേര്, ചാങ് റേ. ചാങ് റേയോ? അതെ, ചാങ് റേ. ആ ചാങ് റേയുടെ ഇടതുഭാഗത്ത് നിൽക്കുന്ന സ്ത്രീ കണ്ടില്ലേ, ആ സ്ത്രീയാണ് മില്ലി. മില്ലിയോ? അതെ, മീത മില്ലി. അവരും അതിശക്തിയാണ്. അവർക്ക് രണ്ടുപേർക്കും അപ്പുറത്തായി വേറൊരാൾ നിൽക്കുന്നില്ലേ, ആ ആളും അവരെ പോലെ ശക്തനാണ്. എന്താ അദ്ദേഹത്തിന്റെ പേര്? അത് റിച്ചാർഡാണ്. റിച്ചാർഡോ? അതെ, ഈ റിച്ചാർഡും ചാങ്റയും മില്ലിയും സാധാരണഗതിയിൽ ഒരു കാര്യത്തിലും ഇടപെടുന്നവരല്ല. അവര് ഈ ഫൈറ്റിൽ പങ്കെടുക്കാൻ എത്തുന്നു പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ മാസ്ക് വെച്ച സ്ത്രീയെ പരാജയപ്പെടുത്താനാണ് അവരെത്തിയിരിക്കുന്നത്. ഈ മാസ്ക് വെച്ച സ്ത്രീ എന്ന് പറയുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ സ്വാഭാവികമായി കടന്നു വരുന്നത് ഷിയാവുവിന്റെ ആ രൂപമാണ്. ഷിയാവു ആ മാസ്ക് വെച്ച സ്ത്രീയായി രൂപം മാറിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്? മാർക്കിന് ആ ടെൻഷൻ കൂടി വരുമ്പോൾ പെട്ടെന്നാണ് ആ കാടിനകത്തുനിന്ന് വെളുപ്പും കറുപ്പും കലർന്ന ഒരു പുക ഉയർന്നു വരുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. അവര് ആ പുക ഉയർന്നു വരുന്ന കണ്ടതും സകലർക്ക് കാര്യം മനസ്സിലായി. അവിടെ ആ ഗോസ്റ്റ് പാലസ് ഉയർന്നു വരാൻ പോവുകയാണ്. അങ്ങനെ അവർക്ക് തോന്നിയതും ആ പുക അതിവേഗതയിൽ ആ കാടിന് മുകളിലൂടെ അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് അങ്ങ് വ്യാപിച്ചു. പെട്ടെന്നാണ് ആ എൻറ്റയർ ഏരിയയും ആ പുക കൊണ്ട് കവർ ചെയ്യപ്പെട്ടത്. എന്തോ അസ്വാഭാവികമായത് സംഭവിക്കാൻ പോവുകയാണെന്നുള്ള ഒരു തോന്നൽ അവിടെ എത്തിയിരിക്കുന്ന യോദ്ധാക്കൾക്കൊക്കെ ഉണ്ട്. മാർക്ക് ആ പുക വ്യാപിച്ച് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഏകദേശം 40,000-ഓളം യോദ്ധാക്കളെ മാർക്കിനോടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു വൻ ടീമാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഈവിൽ ടെർമിനേറ്ററുടെ ആ അനൗൺസ്മെന്റ് ആ ഗാലക്സിയിലെ എല്ലാ പ്ലാനറ്റുകളിലും എത്തിയിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം വാർഷിപ്പുകളിൽ യോദ്ധാക്കൾ 7th പർഗറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. മാർക്ക് ആ എൻറ്റയർ ആളുകളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എല്ലാവരും അതിശക്തരാണ്. ട്രൂ സെയിന്റുകൾ അല്ലാത്ത ആരും അവിടെ ഇല്ല. ട്രൂ സെയിന്റ് എന്ന് പറയുന്നത് അവിടെ ഹോളി റീജിയനിൽ തികച്ചും അപൂർവമായ ഒരു കാര്യമായിരുന്നു. മാർക്കിന് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇത്രയും ട്രൂ സെയിന്റുകൾ ഹോളി റീജിയനിൽ നിന്ന് വളരെ വളരെ വിദൂരതയിൽ കിടക്കുന്ന ഈ ഗാലക്സിയിൽ ഉണ്ടെന്ന് അപ്പോഴാണ് മാർക്കിന് മനസ്സിലാകുന്നത്. ആ ബ്ലാക്ക് കോണ്ടിനെന്റിനകത്തും ഒരുപാട് ട്രൂ സെയിന്റുകൾ ഉണ്ടായിരുന്നു. മാർക്ക് ആ ഫയർ കോണ്ടിനെന്റിൽ പോയപ്പോൾ അവിടെയും ട്രൂ സെയിന്റുകളെ കണ്ടു. അതിനുശേഷം ആ സ്കൈ സെക്ഷൻകാരുടെ കോണ്ടിനെന്റിലും അതേപോലെ മിസ്റ്റീരിയസ് ഡാർക്ക് സെക്ഷന്റെ ആ പ്ലാനറ്റിലൊക്കെ മാർക്ക് ട്രൂ സെയിന്റുകളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മാർക്ക് കണ്ടിട്ടോ കേട്ടിട്ടില്ലാത്ത മേഖലയിൽ നിന്നൊക്കെ ധാരാളം ട്രൂ സെയിന്റുകൾ ആ പർഗറ്ററിയുടെ 7ാം ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും ഫൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒരിക്കലും ആ മാസ്ക് വെച്ച സ്ത്രീക്ക് വിജയിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു തോന്നൽ മാർക്കിന് തോന്നിയ ആ നിമിഷത്തിൽ അമ്പരപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി. എന്താണ് സംഭവിക്കുന്നതെന്ന് ആൾക്ക് മനസ്സിലാകും മുമ്പ് ആ വെളുപ്പും കറുപ്പും കലർന്ന പുക മെറ്റീരിയലൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അവരൊക്കെ കണ്ടത്. ആ വെളുപ്പും കറുപ്പും കലർന്ന പുക പതുക്കെ തറയിൽ തൊട്ടു. തറയിൽ ആ പുക തൊടുന്ന സ്ഥലത്തേക്ക് കറുപ്പും വെളുപ്പും കലർന്ന തൂണുകൾ രൂപം കൊള്ളുകയാണ്.
കറുപ്പും വെളുപ്പും കലർന്ന തൂണുകൾ മുഴുവൻ ആളുകളെയും കവർ ചെയ്ത് രൂപം കൊണ്ടതും ആ തൂണുകൾ തമ്മിൽ ബന്ധിപ്പിക്കപ്പെടുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആ തൂണുകൾക്കിടയിൽ ഉണ്ടായ ആ ബന്ധനം ചുവരുകളായി മാറി. എല്ലാവരും എന്താണ് സംഭവിക്കുന്നറിയാതെ അത്ഭുതത്തോടെ ആ പ്രതിഭാസത്തിലേക്ക് നോക്കുമ്പോൾ അവർക്ക് ചുറ്റുമായി ഒരു ബിൽഡിങ്ങിന്റെ ചുവരെങ്ങനെ ഉണ്ടായി വരികയാണ്. ആ ചുവര് ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടതും ഒരു കെട്ടിടം നിർമ്മിക്കുന്ന അതേ ശൈലിയിൽ ലിൻഡിലുകൾ, അതുപോലെ ജനാലകൾ എല്ലാം ഉണ്ടാവുകയാണ്. അവിടെ ഉണ്ടാകുന്നത് ഒരു കൊട്ടാരത്തിന്റെ ചുവരുകളാണല്ലോ എന്ന് മാർക്കിന്റെ മനസ്സിൽ തോന്നിയ ആ നിമിഷത്തിൽ മാർക്ക് മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ആ ചുവരുകളെ കണക്ട് ചെയ്തുകൊണ്ട് മേൽക്കൂരകൾ ഉണ്ടായി വരികയാണ്. നിമിഷ നേരം കൊണ്ട് ആ മേൽക്കൂരകൾ പൂർത്തീകരിക്കപ്പെട്ടതും കണ്ണെത്താത്ത ദൂരത്തോളം വിസ്തൃതമായ കറുപ്പും വെളുപ്പും കലർന്ന നിറത്തിൽ ഒരു കൂറ്റൻ കെട്ടിടം അവിടെ ഉണ്ടായി. ആളുകളൊക്കെ ഇപ്പൊ കെട്ടിടത്തിനകത്താണ്. ആ കെട്ടിടത്തിനകത്ത് അവർക്ക് ഇടയിലൂടെ അമ്പരപ്പിക്കുന്ന നടപ്പാതകളുണ്ടായി. അതേപോലെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം കൂടി സംഭവിച്ചു. ആ കെട്ടിടത്തിന് അകത്തും തൂണുകൾ ഉണ്ടാവുകയാണ്. പിടിച്ചാൽ പിടികിട്ടാത്ത ശൈലിയിൽ കൂറ്റൻ തൂണുകൾ, അത്രയും വലിയ തൂണുകൾ അവിടെ എങ്ങനെ അതിവേഗം ഉണ്ടായി വന്നപ്പോൾ വലിയൊരു ഹാള് അവർക്ക് മുന്നിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന വലിയ വലിയ ഹാളുകൾ പല സ്ഥലത്തായി രൂപം കൊള്ളുകയാണ്. ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ള 40,000-ഓളം വരുന്ന ആ ഭടന്മാർ പല ഹാളുകളിലായി മാറിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലോ നിൽക്കുന്ന ഭാഗത്ത് ഒരുപാട് ആളുകളുണ്ട്. മാർക്കും ഇപ്പോൾ ഒരു ഹാളിലാണ്. എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ആർക്കും ഒരു പിടിയില്ല. സകലരും തങ്ങൾക്ക് ചുറ്റുമുണ്ടാകുന്ന ആ നിർമ്മിതിയിലേക്ക് കണ്ണുവയ്ക്കാതെ നോക്കി നിൽക്കുകയാണ്. ചിലർ അടുത്ത് നിൽക്കുന്ന ആ തൂണിലൊന്ന് പതുക്കെ തൊട്ടു നോക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത്. ആ തൂണിനകത്തൂടെ അവരെ കൈയും കടന്നു പോവുകയാണ്. ആ തൂണെന്നൊക്കെ പറയുന്നത് തികച്ചും ഒരു സാങ്കല്പിക സൃഷ്ടിയാണ്. അങ്ങനെ തൂണ് അവിടെ ഇല്ല. പക്ഷെ അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും മനസ്സിൽ അങ്ങനെയുള്ള തൂണുകൾ ഉണ്ടെന്നും ചുറ്റും ഒരു കൊട്ടാരം ഉണ്ടെന്നൊക്കെ ഒരു തോന്നലുണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടായതും പലരും ആ തൂണിരുന്ന ഭാഗത്തേക്ക് തൊടുന്നുണ്ട്. ആ തൂണുകൾ ഉണ്ടാകുന്ന ഭാഗത്ത് ആദ്യമൊക്കെ കൈവയ്ക്കുമ്പോൾ കൈ ഈസിയായിട്ടങ്ങ് കയറി പോവുകയായിരുന്നു. പക്ഷെ ക്രമേണ ആ കൈ എന്തിനൊക്കെ തട്ടുപോലെ ആളുകൾക്ക് തോന്നി. ചുവരുകളിലൊക്കെ തൊടുന്ന ആളുകൾക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. നേരത്തെ ആ ചുവരി തൊട്ട ഭാഗത്ത് കൈ അങ്ങ് പുറത്തു പോയിരുന്നു. പിന്നീട് ആ തൊടുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഒരു ചുവരുള്ളതുപോലെ ഒരു തോന്നൽ. എന്തൊക്കെയോ സംഭവിക്കുകയാണ്. ഈ ബിൽഡിങ്ങിനെയാണോ ഇനി ഗോസ്റ്റ് പാലസ് എന്ന് വിളിക്കുന്നത്? ഗോസ്റ്റ് പാലസ് 7th പർഗട്ടറിയിൽ രൂപം കൊണ്ടു എന്ന യാഥാർത്ഥ്യം സ്വാഭാവികമായിട്ടും എല്ലാവരും തിരിച്ചറിയുകയാണ്. ആ സമയത്താണ് എല്ലാവരും ഈവിൽ ടെർമിനേറ്ററുടെ ശബ്ദം കേൾക്കുന്നത്. ഇപ്പോൾ ഈവിൽ ടെർമിനേറ്ററേക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ആളുകളുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചുവരുകൾ ഉണ്ടായിരിക്കുകയാണ്. ഈവിൽ ടെർമിനേറ്റർ എല്ലാവരോടായി പറഞ്ഞു, കഴിഞ്ഞ 8 തവണയും ആ മാസ്ക് വെച്ച സ്ത്രീ യോദ്ധാക്കളെ ആക്രമിച്ചപ്പോൾ ഇതുപോലെ ഗോസ്റ്റ് പാലസുകൾ രൂപപ്പെട്ടിരുന്നു. ഒരു സ്പേസ് മുഴുവൻ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുകയാണ് ആ മാസ്ക് വെച്ച സ്ത്രീ ഈ പാലസിലൂടെ ചെയ്യുന്നത്. 40,000-ഓളം വരുന്ന ഭടന്മാരാണ് അവിടെ ആ പാലസിനകത്ത് തളയ്ക്കപ്പെട്ടിരിക്കുന്നത്. മാർക്ക് ശരിക്കും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്താണ് സംഭവം എന്ന് മാർക്കിന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തിനാ ഈ പാലസ് ഉണ്ടാകുന്നത്? ആ മാസ്ക് വെച്ച സ്ത്രീ എന്തിനാ ഈ പാലസ് ഇവിടെ നിർമ്മിച്ചത്? പല ചോദ്യങ്ങളും മാർക്കിന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ മാർക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്നാണ് പല സ്ഥലത്തും തറയിൽ ശബ്ദമുണ്ടാകുന്നത്. ആളുകൾ അമ്പരപ്പോടെ തറയിലേക്ക് നോക്കുമ്പോൾ തറയൊക്കെ പൊട്ടി മുകളിലേക്ക് പുക വരികയാണ്. പക്ഷെ ആ പുകയുടെ നിറം പൂർണ്ണമായി ചുവപ്പാണ്. ചുവപ്പ് നിറത്തിലുള്ള പുക മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്നതും ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ പുകയിലേക്ക് നോക്കുമ്പോൾ ആ പുക പതുക്കെ രൂപം മാറുകയാണ്. ആ പുകകൾ പെട്ടെന്ന് ഒരു വല്ലാത്ത രൂപമായി മാറി. ശരിക്കും കണ്ണുകൾ തള്ളി നിൽക്കുന്ന ഒരു തലയോട്ടിയുടെ രൂപമാണ് അവർ കാണുന്നത്. ആ തലയോട്ടിക്ക് ഒരു ബോഡിയൊക്കെ ഉണ്ട്. കഴുത്തിന് താഴോട്ട് ശക്തമായ ബോഡിയാണ്. പക്ഷെ കഴുത്തിന് മുകളിൽ തലയോട്ടി മാത്രമേ ഉള്ളൂ. ആ തലയോട്ടിൻ്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ട്. പക്ഷെ ആ തലയോട്ടിയുടെ ഭാഗത്ത് മുടികൾ പോലെ എന്തോ കിടപ്പുണ്ട്. അത് കാറ്റത്തിങ്ങനെ അനങ്ങുമ്പോൾ അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഇടതുവശത്തൊരു 3-4 നാരികൾ, വലതുവശത്തൊരു 3-4 നാരികൾ. ആ തലയോട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിക്കുമ്പോൾ ആ നാരികൾ മാത്രം ചിറകടിക്കും പോലെ അനങ്ങുന്നുണ്ട്. ഈ കാഴ്ച എല്ലാ ഹാളുകളിലും ഉണ്ടായി. ആളുകൾ ആ കാഴ്ച കണ്ടതും ഷാങ് റേയുടെ ശബ്ദം എല്ലാവരും കേട്ടു.
ശ്രദ്ധിക്കുക, ഈ രൂപങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ ശബ്ദം കേട്ട നിമിഷത്തിൽ സകല യോദ്ധാക്കളും റെഡിയാവുകയാണ്. ആ സമയത്താണ് ആ രൂപങ്ങളുടെ കൈകളൊന്ന് ചലിച്ചത്. നേരത്തെ തലയിൽ കണ്ട ആ ആടുന്ന മുടി പോലെ അവരുടെ കൈകളിൽ നിന്ന് പതുക്കെ മുടിനാരികൾ പുറത്തേക്ക് വന്നു തുടങ്ങി. അവരുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വന്ന കറുത്ത നിറത്തുള്ള ആ മുടിനാരികൾ അവർ കൈയൊന്ന് അനക്കിയതും എല്ലാ ഭാഗത്തേക്കും ചലിച്ചു തുടങ്ങിയാണ്. ശരിക്കും ആ മുടിനാരികൾ അതിവേഗം അവിടെ കൂടി നിൽക്കുന്ന ആ യോദ്ധാക്കളുടെ നേരെ പാഞ്ഞു വന്നു. ആ മുടിനാരികൾ തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും പലരും കയ്യിലിരിക്കുന്ന വാളുപയോഗിച്ചും മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചും ആ മുടിനാരിനെ ആഞ്ഞു വെട്ടാൻ ശ്രമിച്ചതും ആ മുടിനാര് ആളുകളുടെ പുറത്തേക്ക് ഇങ്ങനെ തുളച്ചു കയറി തുടങ്ങി. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആളുകളുടെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറുന്ന ആ മുടിനാരികൾ അടുത്ത നിമിഷത്തിൽ അവർ ഹൃദയവും ഇന്നർക്കോറും എല്ലാം കൂടെ വലിച്ചു പുറത്തേക്ക് എടുക്കുകയാണ്. ശ്വാസം നിലച്ചു പോകുന്ന ഒരു കാഴ്ച സകല ഹാളുകളിലും അരങ്ങേറി തുടങ്ങി. കരച്ചിലിന്റെയും ഓട്ടത്തിന്റെയും ആക്രോശത്തിന്റെയും ശബ്ദം അതിനൊപ്പം ഉണ്ടായി. മാർക്ക് തനിക്ക് നേരെ പാഞ്ഞു വന്ന ആ മുടിയെ ആ ഇടത് കൈയിലെ ഗ്ലൗ കൊണ്ടുണ്ടാക്കിയ ഷീൽഡ് ഉപയോഗിച്ച് തടുത്തു. മാർക്ക് ആ ഷീൽഡ് ഉപയോഗിച്ച് അതിനെ തടുക്കുമ്പോൾ എല്ലാ ഹാളുകളിലും ആ രംഗം അതുപോലെ അരങ്ങേറുകയാണ്. ട്രൂ സെയിന്റുകളുടെ കൂട്ടത്തിൽ പല തരത്തിലുള്ള ആളുകളുണ്ട്. ചില ട്രൂ സെയിന്റുകളൊക്കെ ആ ഒറ്റ അറ്റാക്കിൽ തന്നെ കൊല്ലപ്പെട്ടു. രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ ഒന്നടങ്കം ആ ചുവരുകൾ എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഓടിയപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. നേരത്തെ അവർ ധരിച്ചതുപോലെ അല്ല, ഇപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ചുവരുണ്ട്. അവരെ ശരിക്കും ഒരു ജയിലിലാക്കിയിരിക്കുകയാണ്. ചുവരിൽ അവർ ചെന്ന് തട്ടിത്തെറിച്ചതും അവരെ ആക്രമിക്കുന്ന ആ ചുവന്ന രൂപങ്ങൾ അവരുടെ അടുത്തേക്ക് പാഞ്ഞെത്തി തുടങ്ങി. അതിശക്തമായ ഒരു ഫൈറ്റ്. ആ രൂപങ്ങളെ ഒന്നിച്ച് ആക്രമിക്കാൻ ആ ട്രൂ സെന്റുകൾ ആ സമയത്താണ് തീരുമാനിക്കുന്നത്. ട്രൂ സെന്റുകളുടെ ശക്തമായ ആക്രമണത്തിൽ പല ചുവന്ന രൂപങ്ങളും കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടു. അവയുടെ ആ മുടികളും കഴുത്തും വെട്ടി തറയിലിടുമ്പോൾ തറയിൽ നിന്ന് പിന്നെയും രൂപങ്ങൾ ഉണ്ടായി തുടങ്ങി. ആ രൂപങ്ങൾ പിന്നെയും ഉണ്ടായി വരുന്ന കണ്ടതും ആ ട്രൂ സെന്റുകളുടെ കോൺഫിഡൻസ് ആണ് നഷ്ടമാകുന്നത്. ശരിക്കും അതിശക്തരായ ട്രൂ സെന്റുകളാണ് പലരും. അവർക്ക് ഒരുപാട് മാന്ത്രിക സ്പെല്ലുകൾ അറിയാം. പക്ഷെ ആ മാന്ത്രിക സ്പെല്ലുകളൊന്നും അവിടെ ആ ചുവപ്പ് രൂപങ്ങൾക്ക് നേരെ ഉപയോഗപ്പെടുന്നില്ല. ഈ സമയത്താണ് മാർക്ക് ഫെല്ലറെ ഒരു ചുവന്ന രൂപം ആക്രമിച്ചു തുടങ്ങിയത്. മാർക്ക് ആ ചുവന്ന രൂപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാർക്കിന്റെ ആ ഡിവൈൻ ബൂട്ട് ആക്ടിവേറ്റ് ചെയ്ത് ലൈൻ വേർഡ് ഫോർമുലയിൽ ആ ചുവന്ന രൂപത്തിൽ നടത്തുന്ന ഒരൊറ്റ കുതിപ്പ്. മാർക്കിന്റെ അടുത്തേക്ക് ആ ചുവന്ന രൂപം പാഞ്ഞു വന്നതും മാർക്ക് ആ മാന്ത്രിക ബൂട്ടുകളുടെയും അതുപോലെ ആ ലൈൻ വേർഡ് ഫോർമുലയുടെയും പവർ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് അത് അറ്റാക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് അങ്ങ് മാറി. മാർക്കിന്റെ ആ വേഗത സോങ് യൂറിയുടെ പിതാവ് ഗു മൂൺ യൂറിയെയും ശരിക്കും ഒന്ന് ഞെട്ടിച്ചു എന്ന് പറയാം. ഈ കാഴ്ച വേറെ പലരും കാണുന്നുണ്ട്. അവരൊക്കെ വളരെയൊരു ഞെട്ടലോടെയാണ് ആ കാഴ്ച കണ്ടത്. അവർക്കാർക്കും ആ വേഗതയിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പക്ഷെ മാർക്ക് ഇതാ അൺബിലീവബിൾ ആയിട്ടുള്ള വേഗതയിൽ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. മാർക്ക് ഒഴിഞ്ഞു മാറിയെങ്കിലും അടുത്ത നിമിഷത്തിൽ ആ ചുവപ്പ് രൂപം മാർക്കിന്റെ അടുത്തെത്തി. മാർക്ക് ആ രൂപത്തിൽ നിന്ന് പിന്നെ ഒഴിഞ്ഞു മാറുകയാണ്. മാർക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറി പോകുമ്പോൾ ഈ കളി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് സോങ് യൂറിയുടെ പിതാവ് ഗുമോങ് യൂറിയും. മാർക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറി വരുമ്പോൾ ഒരു വാതിൽ കണ്ടു. ആ വാതിൽ വഴി മാർക്ക് അകത്തേക്ക് കയറി. മാർക്ക് ആ ഹാളിനകത്തേക്ക് കയറിയപ്പോൾ അവിടെയും ഇതുപോലെ ചുവന്ന രൂപങ്ങളുണ്ട്. അവിടുത്തെ ചുവന്ന രൂപങ്ങളുടെ എണ്ണം കൂടുതലാണ്. അത് കണ്ടതും മാർക്ക് ഫെല്ലർ ആ ഹാളിന്റെ നടുക്കുന്ന വന്ന വഴി കൂടി പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചതും ഈ സോങ് യൂറിയും ഗുമോങ് യൂറിയും കൂടി ആ വാതില് അവരുടെ ശക്തമായ മാർഷൽ ടെക്നിക് ഉപയോഗിച്ച് പെട്ടെന്ന് അടച്ചു. അതിശക്തമായ ഒരു സീൽ ഉപയോഗിച്ച് ആ വാതിലും അടച്ചതും ആ വാതിൽ കണ്ടുകൊണ്ട് തന്റെ ആ ബൂട്ടും അതുപോലെ ലൈൻ വേർഡ് ഫോർമുല ഉപയോഗിച്ച് ഓടി മാറി രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന മാർക്ക് ഫെല്ലർ ആ വാതിലിന് മുന്നിൽ പെട്ടതുപോലെയായി. സകല സ്ഥലത്തു നിന്നും ആ ചുവന്ന രൂപങ്ങൾ മാർക്കിനെ ആക്രമിക്കാനായി മാർക്കിനടുത്തേക്ക് പാഞ്ഞു വന്നു. 1-2 രൂപങ്ങൾ അടുക്കുന്ന ഓടി രക്ഷപ്പെടുന്ന പോലെ അല്ല, ഒരു ഡസനിലധികം ആ ചുവന്ന രൂപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ മാർക്ക് തന്റെ പൂർണ്ണ ശക്തിയും ആ ഇടത് കൈയിലെ ആ ബോക്സിംഗ് റിംഗിലേക്ക് കേന്ദ്രീകരിച്ചു. തനിക്ക് നേരെ പാഞ്ഞു വന്ന ഒരു ചുവന്ന രൂപത്തെ മാർക്ക് അതിശക്തമായി ആ ഇടത് കൈ കൊണ്ട് പഞ്ച് ചെയ്തു. ആ സമയത്ത് ആ ഇടത് കൈയിൽ നിന്ന് അനവധി ഡ്രാഗണുകൾ പ്രത്യക്ഷപ്പെട്ടു. 9 ഡ്രാഗണുകളാണ് ആ നിമിഷത്തിൽ പുറത്തേക്ക് വന്നത്. ആ 9 ഡ്രാഗണുകളും തീ തുപ്പുകയാണ്. ആ ഫയർ കോണ്ടിനെന്റിലെ ആ യൂണിക്കോണിന്റെ സവിശേഷ സ്ട്രെങ്ത് ഇന്നർ കോറിന്റെ രൂപത്തിൽ ആ ഗ്ലൗവിലുണ്ട്. ആ ഗ്ലൗ ആ 9 ഡ്രാഗണുകളെ അവിടെ പ്രത്യക്ഷപ്പെടുത്തിയതും ആ ഡ്രാഗണുകൾ മാർക്കിനെ ആക്രമിച്ച 9 രൂപങ്ങളെ നേരിട്ടു. പെട്ടെന്ന് ആ രൂപങ്ങളൊക്കെ തകർന്നു. മാർക്ക് ഫെല്ലർ ആ രൂപങ്ങളെ തകർത്തതും
പിന്നെയും രൂപങ്ങൾ ഉണ്ടായി വന്നു. പിന്നെ ഉണ്ടായി വരുന്ന രൂപങ്ങളുടെ ശക്തി അങ്ങ് കൂടുകയാണ്. ആ രൂപങ്ങൾ വീണ്ടും മാർക്കിനെ ആക്രമിച്ചതും ഈ കാഴ്ച വല്ലാത്ത സന്തോഷത്തോടെ കാണുകയാണ് സോങ് യൂറിയും പിതാവും. അതുപോലെ തന്നെ ആ റെൻവിയും വോങ് ഫാങ് ഒക്കെ ഈ കാഴ്ച കണ്ടു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. അവരുടെ അടുത്തേക്ക് വരുന്ന ആ ചുവന്ന രൂപങ്ങളെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നിടയിൽ തന്നെയാണ് മാർക്ക് ഫെല്ലർ ഏതാണ്ട് ചുവന്ന രൂപങ്ങൾ മാത്രമുള്ള ഒരു ഹാളിനകത്ത് പെട്ടുപോതിലെ ആഹ്ലാദം അവർ പരസ്പരം പങ്കുവെക്കുന്നത്. മാർക്കിനോടുള്ള അവരുടെ ദേഷ്യം അത്ര വലുതാണ്. ആ സമയത്താണ് മാർക്കിനെ സകല ആ ചുവപ്പ് രൂപങ്ങളും ചേർന്ന് ആക്രമിക്കാനായി അടുത്തേക്ക് പാഞ്ഞു വന്നത്. ആ രൂപങ്ങൾ മാർക്കിന്റെ മുന്നിലേക്ക് എത്തിയ ആ നിമിഷത്തിൽ ഒരു ശക്തമായ സോഡ് ലൈറ്റ് ആ രൂപങ്ങളെ മുഴുവൻ ഒറ്റ വെട്ടിന് അരിഞ്ഞു വീഴ്ത്തി. ആ സോഡ് ലൈറ്റ് ആ രൂപങ്ങളെ രണ്ടാക്കി മുറിച്ചതും ആ രൂപങ്ങളൊക്കെ അവിടെ നിന്ന് ആ നിമിഷം അപ്രത്യക്ഷമായി. ആ സോഡ് ലൈറ്റിന്റെ പ്രകാശത്തിൽ പിടിച്ചു നിൽക്കാൻ ആ രൂപങ്ങൾക്ക് പറ്റാത്ത ഒരു സാഹചര്യം. മാർക്ക് ഫെല്ലർ ആ കാഴ്ച കണ്ടു. സാക്ഷാൽ ഹീമാനാണ് മാർക്കിന്റെ മുന്നിലെ ആ രൂപങ്ങളെ വെട്ടിമാറ്റിയത്. ആ സോഡ്മാൻ മാർക്കിനെ അക്ഷരാർത്ഥത്തിൽ രക്ഷിച്ചിരിക്കുകയാണ്. ഹീമാൻ മാർക്കിനെ രക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടതിൽ സോങ് യൂറിക്കും പിതാവിനും വല്ലാത്ത ദേഷ്യമുണ്ട്. പക്ഷേ അത് പുറത്തു കാണിക്കാൻ പറ്റില്ല. ഹീമാൻ അവരെ സംബന്ധിച്ചിടത്തോളം തൊടാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ്. ഈ ശൈലിയിൽ ആ മുറിയിൽ രംഗങ്ങൾ അരങ്ങേറുമ്പോൾ പുറത്ത് ഫൈറ്റേഴ്സുമായി ഏറ്റുമുട്ടുന്ന ചുവന്ന രൂപങ്ങളുടെ എണ്ണം ഒരുപാട് കൂടിയിരിക്കുകയാണ്. അവ കയ്യൊന്ന് അനക്കുമ്പോൾ ഇഷ്ടംപോലെ മുടിനാരികളാണ് ചങ്ങല പോലെ ഫൈറ്റേഴ്സിന്റെ നെഞ്ചിലൂടെ തുളച്ചു കയറുന്നത്. അതങ്ങ് തുളച്ചു കയറുന്നതും ആ നെഞ്ചങ്ങ് ദ്രവിച്ചു തുടങ്ങിയാണ്. അതിശക്തമായ എന്തോ ഒരു മാന്ത്രിക കപ്പാസിറ്റി അവരുടെ ആ അറ്റാക്കിനും ആ മുടിനാരി ഇഴകൾക്കും ഉണ്ട്. ആളുകൾ ഒന്നൊന്നായി വീണുകൊണ്ടിരിക്കുകയാണ്. ഈവിൽ ടെർമിനേറ്ററും അതുപോലെ ആ സോഡ്മാനും ചാങ് റേയും മില്ലിയും അങ്കിൾ ലിങ്ങും ഒക്കെ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആ ചുവന്ന രൂപങ്ങളെ കൊന്നൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പര്യാപ്തമാകുന്നില്ല. പെട്ടെന്ന് ചാങ് റേ പറഞ്ഞു, നമ്മള് ഇവിടെ ഇങ്ങനെ തുടർന്നാൽ നമ്മളെല്ലാവരും അവസാനിക്കും. ആ പാലസിൽ നിന്ന് അവർക്ക് പുറത്തു പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവർക്കിപ്പോ ഏകദേശം ബോധ്യമായിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം ചാങ് റേ വ്യക്തമാക്കിയതാണ്. ചാങ് റേ പറഞ്ഞത് കേട്ടതും മില്ലി എല്ലാവരോടും പറഞ്ഞു, നമ്മള് ഇവിടെ ഇങ്ങനെ നിന്നോട് കാര്യമില്ല. എനിക്ക് ഇവിടെ ഒരു പ്രത്യേക ഫീൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ പാലസിന്റെ അടിയിൽ ഉറപ്പായും ആ മാസ്ക് വെച്ച സ്ത്രീയുടെ അറ കാണും. നമ്മൾ അവിടെ കയറി അറ്റാക്ക് ചെയ്താലേ ആ മാസ്ക് വെച്ച സ്ത്രീയെ അവസാനിപ്പിക്കാൻ പറ്റും. മാസ്ക് വെച്ച സ്ത്രീ അണ്ടർഗ്രൗണ്ടിൽ നിന്നിട്ട് മുകളിൽ ഒരു കൃത്രിമ പാലസ് ഉണ്ടാക്കി അതിനകത്ത് മുഴുവൻ യോദ്ധാക്കളെയും പെടുത്തി ആ യോദ്ധാക്കളെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ യുഗങ്ങളിലൊക്കെയും ഇതുപോലെ ആ ഗോസ്റ്റ് പാലസുമായി ആ മാസ്ക് വെച്ച സ്ത്രീ എത്തിയിരുന്നു. അന്നെല്ലാം ഇഷ്ടംപോലെ ആളുകളെയാണ് അവർ കൊന്നൊടുക്കിയത്. ഒരു തവണ അവർ വന്നപ്പോൾ അവർ കൊന്നൊടുക്കിയത് ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനിലെ ശക്തരെയാണ്. ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. ആ കഥ ഓർമ്മിച്ചുകൊണ്ടാണ് മില്ലി അങ്ങനെ പറഞ്ഞത്. മില്ലി പറഞ്ഞത് കേട്ടതും എല്ലാവരും ആ കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചു. ആ പാലസിൽ അവർ നിൽക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് എങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് കടക്കാം. അങ്ങനെ ആളുകൾ ആലോചിച്ചതും സോങ് റേയുടെ പിതാവ് ഗൂമോങ് റേ എല്ലാവരോടായി പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു സൂത്രമുണ്ട്. സൂത്രമോ? അതെ, എന്റെ കയ്യിൽ ഒരു ടോക്കൺ ഉണ്ട്. ആ ടോക്കൺ ഉപയോഗിച്ച് 10 ആളുകൾക്ക് പാലസിനുള്ളിലേക്ക് കടക്കാം. ഈ നെതർ വേൾഡുകാരിൽ നിന്ന് എനിക്ക് കിട്ടിയ ടോക്കണാണത്. അത് കേട്ടതും ഈവിൽ ടെർമിനേറ്റർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മളിൽ നിന്ന് ശക്തരായ 10 പേര് വേണം അണ്ടർവേൾഡിലേക്ക് പോവാൻ. അണ്ടർവേൾഡിലേക്ക് പോകാനായി 10 ആളുകളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞ ഈവിൽ ടെർമിനേറ്റർ ഒരു സ്പോട്ടിലോട്ട് മാറി നിന്നതും അദ്ദേഹത്തിനൊപ്പം ഹീമാനും ചെന്ന് നിന്നു. അപ്പൊ 2 പേരായി. അവരുടെ അടുത്തേക്ക് ചാങ് റേയും മില്ലിയും അവർക്കൊപ്പമുള്ള ആ ശക്തനും കയറി നിന്നതും 5 പൊസിഷൻസ് ആയി. അങ്കിൾ ലിങ്ങും അദ്ദേഹത്തിനൊപ്പമുള്ള ആ ലേഡിയും കൂടി കയറി നിന്നപ്പോൾ 7 ആയി. ഇനി 3 പൊസിഷനേ ഉള്ളൂ. മാർക്ക് ഫെല്ലർ മുന്നോട്ട് നടക്കാൻ പോയതും മാർക്ക് ഫെല്ലറെ തടുത്തിട്ട് ആ ഗൂമോങ് റേ എല്ലാവരോടായി പറഞ്ഞു, ഇനിയുള്ള 3 സീറ്റുകളിൽ 2 എനിക്കും മകനുമുള്ളതാണ്. എന്നെയും മകനെയും അകത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിലേ ഞാൻ ഈ ടോക്കൺ തരത്തുള്ളൂ, ഇല്ലെങ്കിൽ ഈ ടോക്കൺ ഞാൻ നശിപ്പിക്കും. അങ്ങനെ അയാൾ പറഞ്ഞതും ആകെ 9 പ്ലേസായി. ഇനി ഒരു പ്ലേസ് കൂടിയുണ്ട്. ഊഫെങ്ങും മാർക്കുമാണ് ബാലൻസ് ഉള്ളത്. വേറെയും 10,000 ആളുകളുണ്ട്. ഊഫെങ് മുന്നോട്ട് കയറിയതും മാർക്ക് ഊഫെങ്ങിനെ തടുത്തു. ഏയ് ഞാനുണ്ട്. ഏയ് മാർക്ക്, നീ ഒരു 4th ലെവൽ ട്രൂ സെയിന്റ് ആണ്, ഞാൻ 6th ലെവലുമാണ്. നിന്നെപ്പോലെ ഒരാള് താഴേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഊഫെങ് പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഊഫെങ്ങിനോട് പറഞ്ഞു, ഏയ് നമ്മളിൽ ആരാണ് ശക്തനെന്ന് നമുക്ക് ഇവിടെ വെച്ച് തീരുമാനിക്കാം. മാർക്ക് ഫെല്ലർ അയാളുമായി ഫൈറ്റ് ചെയ്യാൻ പോയതും ഗൂമോങ് റേ ഉറക്കെ പറഞ്ഞു, നോക്ക്, ഈ മാർക്ക് ഫെല്ലറെ ഒരു കാരണവശാലും ഞാൻ എനിക്കൊപ്പം കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. ഇവൻ എൻ്റെ ഒപ്പമുള്ള അനവധി ആളുകളെ കൊലപ്പെടുത്തിയവനാണ്. ഇവനെ ഒരു കാരണവശാലും എൻ്റെ ഈ ടോക്കൺ ഉപയോഗിച്ച് ഞാൻ കൊണ്ടുപോയില്ല. നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ ഈ ടോക്കൺ നശിപ്പിക്കും.
മാർക്ക് ഫെല്ലർ ശരിക്കും പെട്ടതുപോലെയായി. മാർക്ക് അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഇത് അനീതിയാണ്, ശക്തരായ 10 ആളുകൾ അകത്തേക്ക് പോകാമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ ഇയാളുമായിട്ടൊന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇയാൾ എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ഇയാൾ വരട്ടെ. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഊഫങ് ഫൈറ്റിന് റെഡിയാണ്. പക്ഷേ സോങ് റൈയുടെ പിതാവ് ഒരു കാരണവശാലും വഴങ്ങുന്നില്ല. അയാൾ തീർത്തു പറഞ്ഞു മാർക്കിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ അയാൾ തീർത്തു പറഞ്ഞതും ഈവിൾ ടെർമിനേറ്റർ അയാളുടെ വാളൊന്ന് അനക്കി. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെട്ടു. ഈവിൾ ടെർമിനേറ്റർ സൃഷ്ടിച്ച ആ സോഡ് ലൈറ്റിന്റെ അകത്തായി ഊഫങ്, മാർക്ക് പുറത്തും. ആ സോഡ് ലൈറ്റ് മറികടന്ന് മാർക്കിന് ഒരു കാരണവശാലും പോകാൻ കഴിയില്ല. മാർക്ക് ഒന്നും ചെയ്യാനാവാതെ അങ്ങനെ നിന്നതും ആ പത്തംഗ ടീം അതിവേഗം മുന്നോട്ട് നടന്നു. ശരിക്കും ആ ഹാളിൽ നിന്ന് ഒരു ചെറിയ ഇടനാഴിയുണ്ട്. ആ ഇടനാഴിയിലേക്കാണ് ആ പത്തംഗ ടീം നടന്നത്. മാർക്ക് അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു ശബ്ദം മാർക്ക് കേട്ടു. ഏയ് മാർക്ക്, നീ അകത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണോ? ഹേ മീശ, നിങ്ങളിത് എവിടെയാ ഉള്ളത്? ഞാൻ ഇവിടെയെല്ലാം നിങ്ങൾ നോക്കിയായിരുന്നു. മാർക്ക് വന്ന നിമിഷം മുതൽ മീശ അവിടെ തിരക്കുന്നുണ്ട്. സാധാരണ ഇതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ മീശ എത്തും. മാർക്ക്, ഞാനിവിടെ കുറെ നാളായിട്ടുണ്ട്. മീശ യഥാർത്ഥത്തിൽ ആ ഫൈറ്റേഴ്സിനിടയിൽ എവിടെയോ ഉണ്ട്. ആ പാലസിനകത്ത് തന്നെ ഉണ്ടാവും. മീശ രംഗത്ത് വരാതെ മാർക്കിനോട് സംസാരിച്ചു. മാർക്ക്, നിനക്ക് അകത്ത് പോകണമെന്ന് ഉറപ്പാണോ? മീശ, എനിക്ക് എന്തായാലും പോയേ പറ്റൂ. മാർക്ക്, നീ വിചാരിക്കുന്നതിനേക്കാൾ അപകടം അകത്തുണ്ട്. അകത്ത് താഴെ ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ശവകുടീരം ഉണ്ടാവും. നീ അവിടെ ചെന്നാൽ ചിലപ്പോൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. മീശ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അകത്തേക്ക് പോയേ പറ്റൂ. അകത്ത് പോയാൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാർക്ക്, അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അകത്ത് നമുക്ക് ഇതുവരെ ലഭിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. നീ അകത്തേക്ക് പോവുകയും വേണം. പക്ഷേ നീ അകത്ത് പെട്ടുപോകാൻ പാടില്ല. മാർക്ക്, നിനക്ക് ഞാനൊരു കാര്യം തരാം. അങ്ങനെ മീശ പറഞ്ഞതും അന്തരീക്ഷത്തിലൂടെ എന്തോ പാഞ്ഞു വന്ന് മാർക്കിന്റെ പുറത്തുനിന്നിടിച്ചു. അതൊരു സ്റ്റിക്കറാണ്. മാർക്ക് ആ സ്റ്റിക്കർ ഇളക്കാൻ പോയതും മീശയുടെ ശബ്ദം മാർക്ക് കേട്ടു. മാർക്ക്, അത് ഇളക്കണ്ട, അത് ഒരു ടോക്കണാണ്. ആ ടോക്കൺ നിനക്കുള്ള വഴി കാണിച്ചു തരും. മാർക്ക്, ഒരു കണ്ടീഷൻ നീ പാലിക്കണം. അകത്തുനിന്ന് എന്ത് കിട്ടിയാലും അത് എനിക്ക് കൂടി നൽകണം. മീശ, ഞാൻ ആ കാര്യം പൂർണ്ണമായും പാലിക്കും. മാർക്കും മീശയും തമ്മിലുള്ള ബന്ധം അതാണ്. രണ്ടുപേരും പരസ്പരം പറ്റിക്കാത്ത ആളുകളാണ്. മാർക്കിനെ അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും മീശ രക്ഷിക്കാൻ ശ്രമിക്കും. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ അകത്ത് പെട്ടുപോയാൽ ഭയക്കേണ്ട കാര്യമില്ല. നിന്നെ അകത്തുനിന്ന് പുറത്തെത്തിക്കാൻ എനിക്ക് പറ്റും. നീ ധൈര്യമായി അകത്ത് കയറിക്കൂ. മാർക്ക്, പിന്നെ ഒരു ശ്രദ്ധ എപ്പോഴും വേണം. ഒരു കാരണവശാലും ആ മാസ്ക് വെച്ച സ്ത്രീയുമായി നേരിട്ടൊരു യുദ്ധത്തിന് നീ തയ്യാറാകരുത്. എനിക്കറിയാം നിനക്ക് ഷിയ ഊവിനോടുള്ള ആ സ്നേഹവും ഇഷ്ടവും ഒക്കെ. പക്ഷെ മാർക്ക്, ഷിയ ഇപ്പൊ പൂർണ്ണമായും ആ മാസ്ക് വെച്ച സ്ത്രീയായി മാറിയിട്ടുണ്ടാവും. നീ അതുകൊണ്ട് ശ്രദ്ധിക്കണം. മാർക്കിനോട് മീശ അങ്ങനെ പറഞ്ഞതും സുമേരു റിങ്ങിൽ നിന്ന് മാർക്ക് ഒരു ശബ്ദം കേട്ടു. അത് അങ്കിൾ ഗുവാന്റെയാണ്. മാർക്ക്, നീ ഉള്ളിലേക്ക് പോകാൻ പോവുകയാണെങ്കിൽ ഒരു ശ്രദ്ധ എപ്പോഴും വേണം. എൻ്റെ അറിവിൽ ആ മാസ്ക് വെച്ച സ്ത്രീ ശരിക്കും അപകടകാരിയാണ്. മാർക്ക്, ബി കെയർഫുൾ. അങ്ങനെയാണ് അങ്കിൾ ഗുവാൻ പറഞ്ഞത്. അങ്കിൾ ഗുവാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച മാർക്ക് അങ്കിൾ ഗുവാനോട് പറഞ്ഞു, ഓക്കെ അങ്കിൾ, ഞാൻ ശ്രദ്ധിച്ചോളാം. മാർക്ക് ഫെല്ലർ അവൻ നിന്ന ഹാളിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ മാർക്കിന് പെട്ടെന്നൊരു പാതങ്ങ് ഉണ്ടായി കിട്ടുകയാണ്. മാർക്കിന്റെ കയ്യിൽ പതിച്ചിരിക്കുന്ന ആ സ്റ്റിക്കർ ഒരു പച്ച നിറത്തിൽ പ്രകാശിക്കുന്നുണ്ട്. ആ സ്റ്റിക്കറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പച്ച നിറത്തുള്ള പ്രകാശം മാർക്കിന്റെ ബോഡി മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. ആ പ്രകാശത്തിൽ മാർക്ക് മുന്നോട്ട് നടക്കുമ്പോൾ ആ ചുവപ്പ് രൂപങ്ങൾ മാർക്കിനെ ആക്രമിക്കുന്നതേ ഇല്ല. അവ മാർക്കിന്റെ ഭാഗത്തേക്ക് വരുന്നത് പോലുമില്ല. അകത്തേക്ക് നടക്കുമ്പോൾ മാർക്കിന് പുറത്ത് നടക്കുന്ന സംഘടനം കൃത്യമായി കാണാം. ശരിക്കും ഭീകരമായ ഒരു യുദ്ധമാണ് പുറത്ത് നടക്കുന്നത്. ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് പോകാനായി കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയാണ് ആ യോദ്ധാക്കൾ. പക്ഷേ ആ ശ്രമത്തെ തടുത്തുകൊണ്ട് ആയിരക്കണക്കിന് ചുവന്ന തലയോട്ടികളാണ് ആ യോദ്ധാക്കളുമായി ഏറ്റുമുട്ടുന്നത്. ചുവന്ന തലയോട്ടികളെ കൊന്നൊടുക്കാൻ ആ യോദ്ധാക്കൾക്ക് പറ്റുന്നതേയില്ല. ആ പാലസ് പൊളിച്ചല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല. അത് കണ്ടപ്പോൾ മാർക്കിന് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ തോന്നിയതും മാർക്കിന്റെ നടത്തത്തിന്റെ വേഗതയും കൂടി. മാർക്ക് പെട്ടെന്ന് മാർക്ക് പോലും അറിയാതെ ഒരു വാതിലങ്ങ് കടന്നു. അതുവരെ ഉണ്ടായിരുന്ന സകല കാഴ്ചകളും ആ വാതിൽ കടന്നതും അങ്ങ് മാറി. മാർക്കിപ്പോ ഒരു ഇടനാഴിയിലാണ്. നേരത്തെ വിശാലമായ ആ പാലസിനകത്തായിരുന്നു മാർക്ക് ഫെല്ലർ. ഇപ്പൊ മാർക്ക് ഇരുവശവും കറുത്ത പെയിന്റ് അടിച്ചെന്ന് തോന്നുന്ന ശൈലിയിലുള്ള ഒരു ഇടനാഴിയിലേക്ക് കടന്നിരിക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിലുള്ള ആ പച്ച പ്രകാശമല്ലാതെ വേറെ ഒരു പ്രകാശവും അവിടെയില്ല. മാർക്ക് മുന്നോട്ട് നടന്നു തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ ആ കറുത്ത പ്രതലത്തിൽ അതിമനോഹരമായ
വെളുത്ത ചായം കൊണ്ട് വരച്ച ചിത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങി. ആ ചിത്രങ്ങൾ കഥകളാണ് പറയുന്നത്. മാസ്ക് വെച്ച സ്ത്രീയുടെ ഒന്നാം ജന്മവും അവരുടെ ഏറ്റുമുട്ടലുകളും അവരുടെ വിജയങ്ങളും അവരുടെ മരണവും ഒക്കെയാണ് ആദ്യത്തെ ചിത്ര പരമ്പരയിൽ മാർക്ക് കണ്ടത്. ആ മാസ്ക് വെച്ച സ്ത്രീ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയെങ്കിലും ഏറ്റവും അവസാനം അതിശക്തമായ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അവരെ ആക്രമിച്ചിരിക്കുന്നത് ഒരു പാമ്പാണ്. ആ പാമ്പ് ആ സ്ത്രീയെ അങ്ങ് വിഴുങ്ങിയായിരുന്നു എന്ന് പറയാം. അതും ആ ചിത്രത്തിൽ മാർക്ക് കണ്ടു. മാർക്ക് ഈ ചിത്രങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ ശരിക്കും ലൈവായി സിനിമ കാണുന്ന പോലെയാണ് പലതും മാർക്കിന് ഫീൽ ചെയ്തത്. ചിത്രങ്ങളിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ആ യുദ്ധം മാർക്കിന് കാണാം. മാർക്ക് ആ ഒന്നാമത്തെ ചിത്ര പരമ്പര കഴിഞ്ഞതും രണ്ടാമത്തെ ചിത്ര പരമ്പരയിലെത്തി. അവിടെയും ആ മാസ്ക് വെച്ച സ്ത്രീയുടെ യുദ്ധമാണ് മാർക്ക് കണ്ടത്. അവരുടെ ജനനവും വളർച്ചയും അവര് ലോകം കീഴടക്കുന്നതുമായ രംഗങ്ങളാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ആ ചിത്രങ്ങളുടെ എൻഡിൽ വീണ്ടും ആ പാമ്പിനെ കണ്ടു. അവിടെ ആ പാമ്പ് ആ സ്ത്രീയുടെ കഴുത്തിന് ചുറ്റും വരിഞ്ഞ് അവരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ ചിത്ര പരമ്പരയുടെ അവസാനം വീണ്ടും ആ പാമ്പുണ്ട്. അവിടെ ആ പാമ്പ് ആ സ്ത്രീയെ കൊല്ലുകയാണ്. നാലാമത്തതും അഞ്ചാമത്തതും ആറാമത്തതും ഏഴാമത്തതും എട്ടാമത്തതും മാർക്ക് എങ്ങനെ കടന്നു. സകല സ്ഥലത്തും അവരുടെ വിജയങ്ങളാണ് ഉള്ളത്. ഇതിൽ ഒരു തവണ എമോട്ടർ സ്ലേയിങ് സെഷനെ പൂർണ്ണമായും അവർ ഇല്ലാതാക്കുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാത്തിനും അവസാനിക്കുന്നത് ആ പാമ്പിനാൽ അവർ കൊല്ലപ്പെടുന്ന ചിത്രത്തോടു കൂടിയാണ്. 8 ചിത്ര പരമ്പരകളിലും ആ പാമ്പ് അവസാനമുണ്ട്. അവർക്ക് അതിനെ മറികടക്കാൻ പറ്റുന്നില്ല. പക്ഷെ മറ്റൊരു പാറ്റേൺ മാർക്ക് ശ്രദ്ധിച്ചു. ആദ്യത്തെ ചിത്രത്തിൽ കണ്ട പാമ്പിനേക്കാൾ ശക്തി കുറവുണ്ട് രണ്ടാമത്തെ ചിത്രത്തിലെ പാമ്പിന്. ഓരോ തവണ ആ സ്ത്രീ പുനർജനിക്കുമ്പോഴും ആ സ്ത്രീയെ ഇല്ലാതാക്കുന്ന പാമ്പിന്റെ ശക്തി കുറഞ്ഞു വരികയാണ്. എട്ടാമത്തതിൽ ആ സ്ത്രീയും പാമ്പും തമ്മിൽ അതിശക്തമായ സംഘടനമാണ് നടന്നിരിക്കുന്നത്. വളരെ പാടുപെട്ട് കാലങ്ങൾ കൊണ്ടാണ് ആ പാമ്പ് അവസാനം ആ സ്ത്രീയെ പരാജയപ്പെടുത്തിയത്. ഇനിയുള്ളത് 9ാം ഘട്ടമാണ്. 9ാം ഘട്ടത്തിലേക്ക് മാർക്ക് കടക്കുമ്പോൾ മാർക്ക് ആ രൂപം കൃത്യമായി കണ്ടു. അവിടെ വരച്ചിരിക്കുന്ന ചിത്രത്തിൽ ഷിയാ ഊവിന്റെ മുഖമാണുള്ളത്. ആ മാസ്ക് വെച്ച സ്ത്രീയുടെ പുനർജന്മമാണ് ഷിയാ ഊ എന്ന് ഇതാ വ്യക്തമാവുകയാണ്. ഭൂമിയിൽ പൈറോയിൽ മാർക്ക് കണ്ട ആ ഷിയാവു, എമിലി ബ്ലാക്കിന്റെ കൂട്ടുകാരി ഷിയാവു, ഇതാ ഇവിടെ ഈ പർഗേറ്ററിയുടെ 7ാം ലെവലിലെ അണ്ടർഗ്രൗണ്ട് പാലസിൽ ഒരു ചിത്രത്തിന്റെ രൂപത്തിൽ മാർക്ക് കാണുകയാണ്. ഷിയാവുവിന്റെ ആ ജനനം, വളർച്ച, യുദ്ധം, പൈറോയിലെ അവളുടെ വിജയങ്ങൾ, അതിനുശേഷം ഹോളി റീജിയനിലേക്കുള്ള അവളുടെ വരവ്, ഹോളി റീജിയനിൽ അവളുടെ ഏറ്റുമുട്ടലുകൾ, അതെല്ലാം ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ചിത്രീകരണത്തിന്റെ എൻഡിൽ മാർക്ക് ഫെല്ലർ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ആ ഷിയാവുവിനെ 11 ആളുകൾ ചേർന്ന് ആക്രമിക്കുന്ന ഒരു ചിത്രമാണ് മാർക്ക് കണ്ടത്. അതുവരെയുള്ള എല്ലാ ചിത്രങ്ങളിലും ഒരു പാമ്പ് ആ മാസ്ക് വെച്ച സ്ത്രീയെ ആക്രമിക്കുകയാണെങ്കിൽ 9ാമത്തെ ചിത്ര പരമ്പരയുടെ അവസാനം ഷിയാവു എന്ന ആ മാസ്ക് വെച്ച സ്ത്രീയെ ആക്രമിക്കുന്നത് 11 ആളുകളാണ്. ആ 11 ആളുകളുടെയും മുഖം വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ വരച്ചു ചേർത്തിട്ടുണ്ട്. മാർക്ക് ഏറ്റവും ഇടതുവശത്തേക്കുന്ന ആളിന്റെ മുഖത്തേക്ക് നോക്കി. മാർക്കിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് മാർക്ക് ആ ചിത്രത്തിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത്. അത് നേരത്തെ ആ പാലസിൽ വെച്ച് മാർക്ക് കണ്ട അതിശക്തനായ യോദ്ധാവ് ചാങ് റേ ആണ്. രണ്ടാമത്തെ ചിത്രം ഒരു സ്ത്രീയുടേതാണ്, അതാ മില്ലിയുടേതാണ്. അടുത്തത് സക്ഷൽ ഈവിൽ ടെർമിനേറ്ററുടെ ചിത്രമാണ്. 4ാമതായി ഹീമാൻ. അങ്ങനെ കടന്നു വന്ന് 10ാമതായി ആ ഊഫങ്ങിന്റെ ചിത്രമുണ്ട്. ഊഫങ്ങിന് മുമ്പ് സോങ് യൂറിയും സോങ് യൂറിക്ക് മുമ്പ് സോങ് യൂറിയുടെ പിതാവും ഒക്കെ ഉണ്ട്. മാർക്ക് ഞെട്ടലോടെയാണ് ആ ചിത്രത്തിൽ കണ്ടത്. മാർക്കിന്റെ കണ്ണുകൾ ഏറ്റവും അവസാനം ആ 11ാമത്തെ ആളിന്റെ മുഖത്തേക്ക് പതിഞ്ഞു. ആ മുഖത്തേക്ക് നോക്കിയ മാർക്ക് അങ്ങനെ അങ്ങ് നിന്നു പോവുകയാണ്. അവിടെ അതിമനോഹരമായ ഒരു രൂപം വരച്ചു ചേർത്തിട്ടുണ്ട്. അത് മറ്റാരുമല്ല, മാർക്ക് ഫെല്ലർ തന്നെയാണ്. ആ ചിത്രം കണ്ടതും മാർക്കിന് ഒരു കാര്യം ഉറപ്പായി. മാർക്ക് ആ അണ്ടർഗ്രൗണ്ട് പാലസിലേക്ക് കടക്കുമെന്ന് നേരത്തെ കൂട്ടി തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. അകത്തേക്ക് കടന്ന 10 പേർക്ക് പുറമെ ഒരാൾ കൂടി അകത്തേക്ക് വരും. അത് മാർക്ക് ഫെല്ലർ തന്നെയാണ്. മാർക്കിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് മാർക്ക് ഇപ്പോൾ കാണുന്നത്. മാർക്ക് ആ വാങ് ഫെങ്ങുമായി ബന്ധപ്പെട്ട് ഭാവിയെക്കുറിച്ച് പല കാര്യങ്ങളും കണ്ടതാണ്. അന്ന് മാർക്ക് അത്ര ദൂരത്തേക്ക് പോയില്ല. അന്ന് ആ വാങ് ഫെങ്ങിനൊപ്പം കൂടുതൽ സമയം മാർക്ക് ചെലവഴിച്ചിരുന്നെങ്കിൽ
മാർക്കിന് ഉറപ്പായും ഈ രംഗം കാണാൻ പറ്റിനെ. ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ അങ്ങനെയാണ് മാർക്കിന് തോന്നിയത്. ആ ചിത്രങ്ങളിലേക്ക് അല്പനേരം നോക്കി നിന്ന മാർക്ക് ഫെല്ലർ അവിടുന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ വിശാലമായ ഒരു ഹാളാണ് കാണുന്നത്. ആ ഹാളിലേക്ക് നടന്ന മാർക്കിന് ഒരു വല്ലാത്ത ഓറയുടെ സാന്നിധ്യം അനുഭവപ്പെടുകയാണ്. അതിശക്തമായ ഡാർക്ക് എനർജിയുടെ ഓറയാണ് മാർക്കിന് ഫീൽ ചെയ്യുന്നത്. അകത്ത് പൂർണ്ണമായി ഇരുട്ടാണ്. പക്ഷെ ആ ഇരുട്ടിലും പ്രകാശം അവിടെ നിന്ന് ഇവിടെ നോക്കി വരുന്നുണ്ട്. ആ വലിയ ഹാളിൽ ആവശ്യത്തിന് പ്രകാശം വീഴത്തക്ക രീതിയിൽ ഹാളുകൾ ആ ഹാളിനകത്തുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള പ്രകാശമാണ് വീഴുന്നത്. മാർക്ക് ഫെല്ലർ ആ ഇടനാഴി കൂടി പ്രധാന ഹാളിലേക്ക് ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ എല്ലാ ഭാഗത്തും വൻതോതിലുള്ള സാധനങ്ങൾ ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം. മാർക്ക് മുന്നോട്ട് നടന്നു ചെല്ലുമ്പോഴാണ് നേരത്തെ പോയ ടീം ശബ്ദം കേട്ട് തിരിയുന്നത്. അവർ നോക്കിയപ്പോൾ മാർക്ക് ഫെല്ലർ അവർക്കെതിരെ നടന്നു വരികയാണ്. സോങ് യൂറി അമ്പരപ്പടം മാർക്കിനോട് വെച്ചു, ഇടാ നീ എങ്ങനെ അതിനകത്ത് കയറി? നീ കയറിയ പോലെ തന്നെ ഞാനും കയറിയത്. മാർക്കിന് മറുപടി ഉണ്ട്. ഗൂമെങ് ശരിക്കും മാർക്കിനെ അമ്പരന്ന് നോക്കിയിരിക്കുകയാണ്. അയാളുടെ കയ്യിലാണ് ടോക്കൺ ഉള്ളത്. ആ ടോക്കൺ 10 ആളുകൾക്ക് മാത്രം കടക്കാൻ അനുവാദമുള്ള ടോക്കണാണ്. പക്ഷെ മാർക്ക് ഫെല്ലർ ഇതാ അതിനകത്ത് കടന്നിരിക്കുന്നു. അകത്തുള്ള എല്ലാവർക്കും ഒരു അമ്പരപ്പുണ്ട്. ഗൂമൻ യൂറി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഞങ്ങളുടെ അനുവാദമല്ലാതെ ഇതിനകത്ത് കടന്നല്ലേ? എനിക്കെന്തിനാ നിങ്ങളുടെ അനുവാദം? നിങ്ങളിവിടെ കടന്നതുപോലെ ഞാനും കടന്നു. നമ്മളെല്ലാവരും കൾട്ടിവേറ്റേഴ്സ് അല്ലേ? കൾട്ടിവേറ്റേഴ്സിന് ഇവിടേക്ക് കിടക്കാൻ അനുവാദം വേണമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യത്തിനകത്ത് യുക്തിയുണ്ട്. പെട്ടെന്ന് ചാങ്റേ അച്ഛനും മോനോടായി പറഞ്ഞു, നോക്കേ, ഇവിടെ തർക്കിക്കാനുള്ള സമയമല്ല. നമ്മൾ ഇവിടേക്ക് വന്നത് നമ്മുടെ മാനവരാശിക്ക് മുകളിലുള്ള ത്രെട്ട് അവസാനിപ്പിക്കാനാണ്. വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ വേഗം സഹകരിക്കാൻ നോക്ക്. ചാങ്റേ എന്ന അതിശക്തൻ അങ്ങനെ പറഞ്ഞതും ആ വഴക്ക് അവിടെ അവസാനിച്ചു. പക്ഷേ സോങ് റേയും ആ പിതാവും ഊഫെങ്ങും ഒക്കെ മാർക്കിൻ്റെ വലത് ഭാഗത്തോട് നടക്കുമ്പോൾ മാർക്കിനെ തന്നെ സൂക്ഷിച്ച് നോക്കുകയാണ്. ഒരു അവസരം കിട്ടിയാൽ മാർക്കിനെ അവസാനിപ്പിക്കണം. ആ ഒരു ചിന്ത മാത്രമാണ് ആ മൂവർക്കും ഉള്ളത്. ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ഹീമനും ഈവിൾ ടെർമിനേറ്ററും അങ്കിൾ ലിങ്ങും അവർക്കൊപ്പമുള്ള ആ ലേഡിയും ആ പ്രായമുള്ള സ്ത്രീയും ചാങ്റയും ആ കൂടുള്ള വ്യക്തിയും മുന്നോട്ടങ്ങ് നടക്കുകയാണ്. സകലരും ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. മാർക്ക് ഫെല്ലർക്കും ആ ശ്രദ്ധ മനസ്സിലാകുന്നുണ്ട്. ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ഒരു അപകടം അവരെ തേടി വരാം. അതിശക്തമായ ഒരു പ്രഷർ പതുക്കെ പതുക്കെ അവർക്ക് ഫീൽ ചെയ്തു തുടങ്ങി. അവര് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോഴും അനുഭവപ്പെടുന്ന പ്രഷറിന്റെ വലിപ്പം കൂടുകയാണ്. അങ്ങനെ ആ പ്രഷർ കൂടിക്കൂടി വന്നതും അവര് കല്ലുകൊണ്ടുള്ള ഒരു വാതിലെത്തി. ആ വാതിൽ കണ്ടതും ആ ഈവിൾ ടെർമിനേറ്റർ അയാളുടെ ആ വാള് ആ വാതിൽ നേരെ പിടിച്ചു. പെട്ടെന്നാണ് അയാളുടെ വാളിൽ നിന്നൊരു പ്രകാശം ആ സ്റ്റോൺ വാളിൽ പതിച്ചത്. ആ സ്റ്റോൺ വാൾ മലർക്കെ തുറക്കപ്പെട്ടു. അത് കണ്ട മാർക്ക് ശരിക്കും അമ്പരന്ന് പോയി. അപ്പോൾ മാർക്ക് ആ ശബ്ദം കേട്ടു. മാർക്കിന്റെ ആ സുമേരു റിങ്ങിൽ നിന്ന് അങ്കിൾ ഗുവാനാണ് മാർക്കിനോട് സംസാരിക്കുന്നത്. മാർക്ക്, നീ അത്ഭുതപ്പെടുകയൊന്നും വേണ്ട. ആ ഈവിൾ ടെർമിനേറ്റർ ഈ ഗാലക്സിയിലെ ഏറ്റവും ശക്തനാണ്. ഇപ്പോൾ നിലവിലുള്ള ഗാർഡിയൻ അവസാനിക്കുമ്പോൾ മിക്കവാറും ഗാർഡിയൻ ആകാൻ പോകുന്നത് ഈവിൾ ടെർമിനേറ്റർ ആയിരിക്കും. മാർക്കിന് ആ വാക്കുകൾ ഒരു വേദന ഉണ്ടാക്കി. നിലവിലുള്ള ഗാർഡിയൻ എന്ന് പറയുമ്പോൾ അത് മാർക്കിന്റെ പിതാവാണല്ലോ. അദ്ദേഹം അവസാനിച്ചാൽ ഈവിൾ ടെർമിനേറ്റർ ഗാർഡിയൻ ആകുമെന്നാണ് അങ്കിൾ ഗുവാൻ പറഞ്ഞതിന്റെ അർത്ഥം. അച്ഛൻ മരിക്കുന്നതിനെ കുറിച്ച് കേൾക്കാൻ ഒരു മക്കളും ആഗ്രഹിക്കത്തില്ലല്ലോ. മാർക്കിന്റെ മനസ്സിലെ വിഷമം സ്വാഭാവികമായിട്ടും അങ്കിൾ ഗുവാൻ മനസ്സിലാവും. അങ്കിൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ ആ വാക്കുകൾ പറഞ്ഞതല്ല. അടുത്ത ഗാർഡിയൻ ഈ ഈവിൾ ടെർമിനേറ്റർ ആകും. അയാളെക്കാൾ ശക്തിയുള്ള ആരും ഈ ഗാലക്സിയിൽ ഇപ്പോൾ ഇല്ല. ഈവിൾ ടെർമിനേറ്ററുമായി ഒരു കാരണവശാലും ഒരു ഉടക്കുണ്ടാക്കരുതെന്ന് നേരത്തെ തന്നെ അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞിട്ടുണ്ട്. അത് മാർക്കിന് അറിയാം. മാർക്ക് അങ്കിൾ ഗുവാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടാണ് മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ നടന്നപ്പോൾ ആ മുന്നേ പോയ സംഘം ഒരു കല്ലറയുടെ അടുത്ത് വളഞ്ഞു നിൽക്കുന്നത് മാർക്ക് കണ്ടു. ആ സ്റ്റോൺ വാതിൽ കടന്ന് അകത്തേക്ക് വന്ന ആൾക്കൂട്ടമാണ് അവിടെയുള്ളൊരു കൂറ്റൻ കല്ലറയുടെ ചുറ്റുമായി നിൽക്കുന്ന കണ്ടത്. ആ കല്ലറയിലേക്ക് നോക്കി എല്ലാവരും നിർനിമിഷരായി നിൽക്കുകയാണ്. ആ കല്ലറയുടെ രൂപവും ഭാവവും അതിന്റെ ചുറ്റുപാടുകളൊക്കെ കാണുന്ന അവർക്ക് എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പാണ്. ആ കല്ലറയ്ക്കുള്ളിൽ ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ഡെഡ് ബോഡി ആയിരിക്കും ഉള്ളത്. അങ്ങനെ ഒരു തോന്നലുണ്ടായതും ചാങ്റേ അയാളുടെ കൈയൊന്നുയർത്തി. ആ കയ്യിൽ നിന്ന് പച്ച നിറത്തുള്ള ഒരു പ്രകാശം
ആ കല്ലറയുടെ മുകളിലേക്ക് വീണു. ആ നിമിഷത്തിൽ ഈവിൽ ടെർമിനേറ്റർ അയാളുടെ വാള് ആ കല്ലറയ്ക്ക് മുകളിലുള്ള ആ അടപ്പിന് നേരെ പിടിച്ചു. ആ നിമിഷത്തിൽ ആ അടപ്പ് സാവധാനം അങ്ങ് തുറന്നു. മുഴുവൻ ആളുകളുടെ ശ്രദ്ധ ഉടൻ ആ കല്ലറയ്ക്ക് ഉള്ളിലേക്കായി. മാർക്ക് ഫെല്ലറും എത്തി വലിഞ്ഞ് ആ കല്ലറയ്ക്ക് ഉള്ളിലേക്ക് നോക്കി പോവുകയാണ്. ആ കല്ലറയിൽ ഒരാള് അങ്ങനെ കിടക്കുകയാണ്. മാസ്ക് ധരിച്ച ഒരു സ്ത്രീയാണ് അകത്ത് കിടക്കുന്നത്. സാധാരണഗതിയിൽ ആ കല്ലറ എത്രയെങ്കിലും കാലത്തെ പഴക്കമുള്ള കല്ലറയാണ്. ആ കല്ലറയ്ക്കുള്ളിൽ ഒരു ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ ആ ഡെഡ് ബോഡി ഇപ്പോൾ ആർക്കും കാണാൻ കഴിയാത്ത ശൈലിയിൽ പൊടിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അവർ കാണുന്നത് മജ്ജയും മാംസമുള്ള ഒരു സ്ത്രീ അകത്ത് കിടക്കുന്നതായിട്ടാണ്. സകലരും അമ്പരപ്പോടെ ആ സ്ത്രീയെ നോക്കിയപ്പോൾ ആ സ്ത്രീ കണ്ണു തുറന്നു. പെട്ടെന്ന് ആ സ്ത്രീ കണ്ണു തുറന്നതും എല്ലാവരും ഞെട്ടി. എല്ലാവരും ആ കല്ലറയിൽ നിന്ന് വിട്ടുമാറുമ്പോൾ അകത്തുനിന്ന് ആ സ്ത്രീ എണീറ്റു. സാക്ഷാൽ ഷിയാവു ആ കല്ലറയിൽ എണീറ്റ് അങ്ങനെ നിൽക്കുകയാണ്. ഷിയ മാസ്കുകൾ ധരിച്ചിട്ടുണ്ട്. ഷിയ മനോഹരമായ ഒരു മാസ്ക് ധരിച്ചിരിക്കുകയാണ്. മാർക്ക് ശ്വാസം പിടിച്ച് അമ്പരപ്പോടെ ഷിയാവുവിനെ നോക്കുമ്പോൾ കല്ലറയ്ക്കകത്തുനിന്ന് ഷിയാവു പറന്ന് പുറത്തിറങ്ങി. കല്ലറയ്ക്കുള്ളിൽ നിന്ന് അവൾ ജമ്പ് ചെയ്ത് നിന്ന സ്ഥലത്തിന് ചുറ്റുമായി ആ 11 ടീം നിൽക്കുകയാണ്. ആ ടീമിന്റെ ഭാഗമാണ് ഇപ്പോൾ മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലർ നേരത്തെ കണ്ട ആ ചിത്ര പരമ്പരയിൽ മാർക്ക് എന്ത് കണ്ടോ അതേ കാഴ്ച ഇവിടെ ഇതാ ആവർത്തിക്കുകയാണ്. സകലരും അവരുടെ ആയുധങ്ങൾ കയ്യിലെടുത്തു കഴിഞ്ഞു. അകത്ത് നിൽക്കുന്ന ആ മാസ്ക് വെച്ച സ്ത്രീയെ അവസാനിപ്പിച്ചാൽ മാത്രമേ മുകളിൽ നടക്കുന്ന ആ യുദ്ധം അവസാനിക്കത്തുള്ളൂ. മുകളിലെ 40,000-ഓളം ആളുകളിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ബാക്കിയുള്ള ആളുകളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ ഈ മാസ്ക് വെച്ച സ്ത്രീയെ കൊല്ലണം. ആ ഒരു ധാരണ എല്ലാവർക്കുമുണ്ട്. ഷാങ്റെ എല്ലാവരോടും പറഞ്ഞു, ഈ സ്ത്രീയെ നമുക്ക് അവസാനിപ്പിക്കണം. അത് കേട്ടതും ഷിയാവു ഒന്ന് പുഞ്ചിരിച്ചു. ഷിയാവുയുടെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയുന്നത് മാർക്ക് ഫെല്ലർ വല്ലാത്ത കൗതുകത്തോടെയാണ് കണ്ടത്. പക്ഷെ അടുത്ത നിമിഷത്തിൽ മാർക്കിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഷിയാവു ഒന്ന് കൈ ചലിപ്പിച്ചതും 11 ചങ്ങലകൾ ഷിയാവുവിന്റെ ബോഡിയിൽ നിന്ന് ആ 11 പേരുടെയും ബോഡിയിലേക്ക് അങ്ങനെ ഇടിച്ചു കയറുകയാണ്. മാർക്കിന്റെ പുറത്തും ആ ചങ്ങല ഒന്ന് പതിച്ചു. ശരിക്കും ഒരു കൊളുത്തിട്ട് മാർക്കിനെ ആ ചങ്ങല പിടിക്കുകയാണ്. 11 ആളുകളുടെയും ബോഡിയിൽ ചങ്ങല പിടിപ്പിച്ചതും ഷിയാവു ഒന്നുകൂടെ ഒന്ന് ചിരിച്ചു. പക്ഷെ ഇപ്രാവശ്യം നല്ല ഉറക്കെയാണ് ചിരിക്കുന്നത്. ആ മാസ്കിനകത്തുകൂടി പോലും ആ ചിരി എല്ലാവർക്കും കേൾക്കാം. ആ ചിരി അവർക്ക് കാണുകയും ചെയ്യാമെന്ന് പറയാം. വളരെ ഉറക്കെയുള്ള ഷിയാവുവിന്റെ ആ ചിരി അവിടെ ഇങ്ങനെ അനുഭവപ്പെട്ടതും ഈവിൽ ടെർമിനേറ്റർ അയാളുടെ വാളൊന്നുയർത്തി ഒരൊറ്റ കറക്ക്. ശരിക്കും ഈവിൽ ടെർമിനേറ്റർ ആ വാളൊന്ന് കറക്കിയതും ആ 11 ചങ്ങലകളും അറ്റ് താഴെ വീണു. ഈവിൽ ടെർമിനേറ്ററും ആ മാസ്ക് വെച്ച് സ്ത്രീയും ഏതാണ്ട് തുല്യരാണെന്ന് വെളിവാകുന്ന ശൈലിയിലുള്ള ഒരു സോഡ് വീശലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈവിൽ ടെർമിനേറ്റർ ആ മാസ്ക് വെച്ച സ്ത്രീയോട് പറഞ്ഞു, നീ ഒരു ട്രൂ സൈഡിന്റെ പവറുള്ള ആളാണ്, ഞാനും അത് തന്നെയാണ്. ട്രാൻസെൻഡിങ് സ്റ്റേജിലെ പവർ നീ എടുക്കാതിരുന്നാൽ നിനക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല. അത് കേട്ടതും ആ മാസ്ക് വെച്ച സ്ത്രീ ഒന്നുകൂടെ ചിരിച്ചു. അവർ പെട്ടെന്ന് കയ്യും നനക്കി. ആ ചങ്ങലകൾക്ക് പകരം ഈ പ്രാവശ്യം അതിശക്തമായ ഒരു തീ എല്ലാ ഭാഗത്തേക്കും അങ്ങ് വരികയാണ്. എല്ലാവരുടെ നേരെയും ആ തീ ഇങ്ങനെ പാഞ്ഞു വന്നതും ഷാങ്റെ അയാളുടെ കയ്യും നനക്കി. ആ നിമിഷത്തിൽ ഒരു കൂറ്റൻ മേഘം ആ തീകളെ മൊത്തം കവർ ചെയ്തുകൊണ്ട് അവിടേക്ക് ഉണ്ടായി വന്നു. വൻ വേഗതയിലാണ് ഷാങ്റെ ആ മേഘം സൃഷ്ടിച്ചത്. പച്ച നിറത്തുള്ള ആ മേഘം ആ തീയെ ഏതാണ്ട് പൂർണ്ണമായും വിഴുങ്ങിയെന്ന് പറയാം. ഷാങ്റയുടെ ആ മേഘം തീയെ വിഴുങ്ങിയതും ഷിയാവു കാല് തറയിലൊന്ന് ചവിട്ടി. ആ നിമിഷത്തിൽ ഒരുപാട് വേവ്സ് അവൾ നിന്ന ആ പോയിന്റിൽ നിന്ന് സകല സ്ഥലത്തേക്ക് ഉണ്ടായി. ആ വേവ്സ് അതിശക്തമായി സകല സ്ഥലത്തേക്ക് ഇടിച്ചു കയറിയതും മാർക്ക് ഉൾപ്പെടെ എല്ലാവരും തെറിച്ചു. ശരിക്കും ഒരു കാല് തറയിൽ ഷിയ ഒന്ന് ചവിട്ടിയതേ ഉള്ളൂ. ആ നിമിഷത്തിൽ ആ ചവിട്ടുണ്ടാക്കിയ ഫോഴ്സിൽ വിശ്വസിക്കാനാവാത്ത ശൈലിയിൽ ശക്തമായ വേവ്സാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. ആ വേവ്സിൽ എല്ലാവരും ദൂരേക്ക് മാറിയെങ്കിലും ഈവിൽ ടെർമിനേറ്ററോ ഹീമനോ താഴേക്ക് വീണിട്ടില്ല. അവര് വല്ലാതെ പവർഫുള്ളാണ്. അവരെ ഒന്ന് പുറകോട്ട് തള്ളാൻ മാത്രമേ ഷിയാവുവിന്റെ ആ പവറിന് കഴിഞ്ഞിട്ടുള്ളൂ. മാർക്ക് ഫെല്ലർ പുറകോട്ട് തെറിച്ച് വീഴുക തന്നെ ചെയ്തു. മാർക്ക് വീണപ്പോൾ ആ സോങ്റെ ഉൾപ്പെടെയുള്ള കക്ഷികളൊക്കെ വീടിരിക്കുന്ന മാർക്ക് കണ്ടു. മാർക്ക് ചാടി എണീറ്റു. ഈ നിമിഷത്തിൽ മില്ലിയുടെ ശബ്ദം മാർക്ക് കേട്ടു. അറ്റാക്ക്! കേൾക്കേണ്ട താമസം മാർക്ക് ഒഴികെയുള്ള ആ 10 ടീം ഷിയാവുവിന് നേരെ കുതിക്കുന്നതാണ് മാർക്ക് കണ്ടത്. മാർക്കിന് ഷിയെ അറ്റാക്ക് ചെയ്യാൻ ഒരു മടി. മാർക്ക് ഒരു സ്റ്റെപ്പ് പുറകെ നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയാനുള്ള ഒരു ആകാംക്ഷ മാർക്കിനുണ്ട്. അതിശക്തമായ ഒരു ഫൈറ്ററാണ്
ചാങ്റയ്ക്കൊപ്പമുള്ള മില്ലി എന്ന് തെളിയിക്കുന്ന ശൈലിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് അവരുടെ ഭാഗത്തുണ്ടായത്. ഈവിൾ ടെർമിനേറ്ററും ഹീമനും ആ ഫൈറ്റിൽ പങ്കെടുത്തില്ല. ബാക്കിയുള്ള 8 ആളുകൾ ഷിയാവൂനെ നേരിട്ടതും ഷിയാവു വെറുതെ കൈകൾ അനക്കുന്നതനുസരിച്ച് ആ ആളുകളൊക്കെ തെറിക്കുകയാണ്. മാന്ത്രിക ആയുധങ്ങളും മാന്ത്രിക സ്പെല്ലുകളും ഒക്കെയാണ് എല്ലാവരും ഷിയാവൂന് നേരെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഷിയാവു വെറുതെ കൈ അനക്കുന്ന മാത്രമേ ഉള്ളൂ. അവളുടെ കൈയുടെ ആ ഫ്രീ ആയിട്ടുള്ള ഫ്ലോ കൊണ്ട് അവിടെ പലതും സംഭവിക്കുകയാണ്. അവൾ കൈയെന്ന് അനക്കുമ്പോൾ അവൾക്ക് നേരെ പാഞ്ഞു വരുന്ന ആളുകൾ തെറിച്ചങ്ങ് പോവുകയാണ്. അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ആ സ്പേസിൽ അവൾക്കുണ്ട്. ആ സ്പേസിനെ അവളുടെ ഇഷ്ടാനുസരണം അവൾക്ക് നിയന്ത്രിക്കാൻ പറ്റുകയാണ്. ആളുകളെ വേണമെങ്കിൽ എടുത്ത് ഓടിച്ച് മടക്കാൻ പോലും ഷിയാവുവിന് പറ്റും. മാർക്ക് ആ കാഴ്ചകളൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുമ്പോൾ ആ ഈവിൾ ടെർമിനേറ്റർ അയാളുടെ ആ വാള് ഒരിക്കൽ കൂടി വീശി. ആ വാള് ഷിയാവിൻ്റെ മുഖത്തിന് നേരെയാണ് പാഞ്ഞു വന്നത്. ആ വാൾ അങ്ങനെ കടന്നു പോയതും ഷിയാവിൻ്റെ മുഖത്തുണ്ടായിരുന്ന മാസ്ക് അഴിഞ്ഞ് താഴേക്ക് വീണു. ആ മാസ്ക് താഴേക്ക് വീണപ്പോൾ ദൂരോട്ടൊക്കെ തെറിച്ചു വീണ ആ ആളുകളൊക്കെ വല്ലാത്തൊരു അമ്പരപ്പോടെ അവിടെ കണ്ട ആ സ്ത്രീ അങ്ങനെ നോക്കി പോവുകയാണ്. ശരിക്കും സുന്ദരിയായ ഒരു സ്ത്രീയാണ് അവിടെ നിൽക്കുന്നത്. മാർക്കും വാവിളിച്ചങ്ങ് നിൽക്കുകയാണ്. നല്ല തിളക്കമുള്ള കറുത്ത തലമുടിയുള്ള മനോഹരിയായ ഷിയാവു അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിയാവുവിന്റെ ആ രൂപം കണ്ട ആളുകളൊക്കെ ഞെട്ടുമ്പോൾ ഈവിൾ ടെർമിനേറ്റർ ഷിയാവുവിനോട് പറഞ്ഞു, നീ ഏത് രൂപത്തിൽ അവതരിച്ചാലും നിന്നെ അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ട്രൂ സെയിന്റ് മേഖലയിൽ നീ ഒരിക്കലും എനിക്ക് മുകളിലല്ല. ട്രാൻസെൻഡിങ് സ്റ്റേജിലെ പവറാണ് ഷിയാവു ഉപയോഗിക്കുന്നെങ്കിൽ അവിടെ പിന്നെ ഈവിൾ ടെർമിനേറ്റർക്ക് വോയിസ് ഇല്ല. പീക്ക് ലെവൽ ട്രൂ സെയിന്റ് ആണ് അയാൾ. ആ ലെവലിൽ അയാളെ തൊടാൻ ഒരാൾക്കും ആകില്ല. അയാളുടെ കോൺഫിഡൻസ് അയാളുടെ വാക്കുകളിലുണ്ട്. ഷിയാവു ചിരിച്ചുകൊണ്ട് ഈവിൾ ടെർമിനേറ്ററും നോക്കി. അതിനുശേഷം ഷിയ മുന്നോട്ട് നടന്ന് താഴെ വീണ് കിടന്ന ആ മാസ്ക് എടുത്ത് വളരെ കൂളായിട്ട് പഴയതുപോലെ മാസ്കിങ് ഇട്ടു. അവൾ അവിടെ നടക്കുന്ന സംഭവവികാസങ്ങളൊന്നും അവളെ ബാധിച്ചിട്ടേ ഇല്ല എന്ന ശൈലിയിലാണ് പെരുമാറുന്നത്. മാർക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. മാസ്ക് ധരിച്ചതും ഷിയ അവളുടെ കൈകൾ ഒരിക്കൽ കൂടി അനക്കി. പെട്ടെന്ന് അവളുടെ ബോഡിയുടെ അടുത്തുനിന്ന് ഒരു തിരയുണ്ടായി. ശരിക്കും വായുവിൽ അത്തരം ഒരു തിര ഉണ്ടാകുമോ എന്ന് സംശയം തോന്നുന്ന ശൈലിയിൽ അവളുടെ അടുത്തുനിന്ന് ആ തിര മുന്നോട്ടങ്ങ് അടിക്കുകയാണ്. ആ തിരയുടെ തൊട്ടുപുറകെ അടുത്ത തിര. കടൽക്കരയിൽ നമ്മൾ കാണുന്ന തിരമാലകൾ പോലെ അവളുടെ ബോഡിയിൽ നിന്ന് തിരകൾ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എല്ലാ വശത്തേക്ക് ആ തിര അങ്ങ് ഇടിച്ച് കയറുമ്പോൾ ആ തിരയുടെ പ്രഷറിൽ അവളെ അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ ഒന്നൊന്നായി തെറിച്ചു തുടങ്ങി. തെറിച്ചു വീഴുന്ന ആളുകൾക്ക് മുകളിൽ വൻ പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. പലരും മാന്ത്രിക സ്പെല്ലുകളുമായി അതിനെ മറികടന്ന് വീണ്ടും ഷിയാവുമായി ഏറ്റുമുട്ടി തുടങ്ങി. ഷിയാവുവിനെ ഈ സമയത്ത് മുഖാമുഖം നേരിടുകയാണ് ഈവിൾ ടെർമിനേറ്റർ. ഈവിൾ ടെർമിനേറ്റർ ആ സോഡ് ഉപയോഗിച്ചാണ് ഷിയെ നേരിടുന്നത്. ഷിയ അവളുടെ ഇരുകരകളും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു തരത്തിലുള്ള ആയുധവും ഷിയ ഉപയോഗിക്കുന്നില്ല. അതിശക്തമായ ആ സോഡ് പ്രകാശം കൊണ്ട് ഈവിൾ ടെർമിനേറ്റർ ഷിയാവുവിന് നേരെ പാഞ്ഞടുക്കുകയും ആകാശത്തിലേക്ക് ചാടി ഉയർന്ന് ആഞ്ഞു വെട്ടുകയും ചെയ്യണം. ഈ സമയത്ത് ആ അറ്റാക്കിൽ ഹീമനും പങ്കെടുത്തു. ഹീമനും ഷിയാവുവിനെ ആക്രമിച്ചു തുടങ്ങി. മറുഭാഗത്ത് മില്ലിയും അതുപോലെ ചാങ്റയും അവരുടേതായ മാന്ത്രിക സ്പെല്ലുകളുമായി ഷിയാവുവിനെ നേരിട്ടു. സകല സ്ഥലത്തു നിന്നും ഷിയാവുവിന് നേരെ ആക്രമണമാണ്. അതിശക്തരാണ് ആ ആക്രമിക്കുന്ന ഓരോ വ്യക്തിയും. 8ഉം 9ഉം പീക്ക് ലെവലുകളിലെ ആ ട്രൂ സെന്റുകളുടെ എത്രയോ കാലത്തെ അറിവും സ്കില്ലും കപ്പാസിറ്റിയും ഒക്കെ അവർ ആ ഷിയാവുവിന് മുകളിൽ ഉപയോഗിച്ചതും ആ അന്തരീക്ഷം ആകെ മാറി മറിയുകയാണ്. ഭീകരമായ ഒരു യുദ്ധത്തിലേക്ക് ആ എൻറ്റർ ഏരിയയും കടക്കുകയാണ്. അതിശക്തമായ ഫൈറ്റ്. ഷിയാവു അവളുടെ 2 കൈയും അങ്ങനെ നിവർത്തി പിടിക്കുമ്പോൾ ശക്തമായ ഫോഴ്സ് അവളുടെ കയ്യിൽ നിന്ന് വരികയാണ്. അതിശക്തമായ വെള്ളം ചീറ്റുന്ന പോലെ അവളുടെ ആ ഫോഴ്സ് ആ ആളുകളെ പുറകോട്ട് തള്ളുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഈവിൾ ടെർമിനേറ്ററും അതുപോലെ ഹീമനും മുന്നോട്ട് കുതിക്കുകയും അവരെ വാളുകൊണ്ട് ഷിയാവുവിനെ ആഞ്ഞു വെട്ടുകയാണ്. ആ മാസ്ക് വെച്ച സ്ത്രീയെ അവസാനിപ്പിക്കാന്നുള്ളത് ജീവിത ദൗത്യമായി കണ്ടുകൊണ്ടാണ് അവർ ആഞ്ഞു വെട്ടുന്നത്. പക്ഷെ ആ വെട്ടയ്ക്ക് ഷിയാവു നിഷ്പ്രയാസം തടുക്കുകയാണ്. അവളെ ഇടതും വലതും കൈകൾ ചലിക്കുന്നതനുസരിച്ച് അവൾക്ക് ചുറ്റും ഉണ്ടാകുന്ന പ്രകാശം അതിനെയൊക്കെ തടുക്കുകയാണ്. ഈ കാഴ്ച മാർക്ക് കാണുകയാണ്. മാർക്കിന് ഷിയാവുവിനെ രക്ഷിക്കണമെന്നുണ്ട്, അതേപോലെ മറ്റുള്ളവരെ രക്ഷിക്കണമെന്നുണ്ട്. മാർക്ക് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. മാർക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ഷിയാവുവിൻ്റെ ബോഡി ഒന്ന് കറങ്ങിയത്. ഷിയാവു പമ്പരം പോലെ കറങ്ങിയിട്ട് ഒരു വശത്തേക്ക് അതിശക്തമായി ഒന്ന് പഞ്ച് ചെയ്തതും ആ ഭാഗത്തുണ്ടായിരുന്ന ആളുകൾ ഒന്നടങ്കം തെറിച്ചു. മാർക്കിന്റെ കൺമുന്നിലൂടെ
ഒരു തീയുണ്ട പോലെ രണ്ടുപേർ പാഞ്ഞു പോകുന്നത് മാർക്ക് കണ്ടു. മാർക്ക് ആ തീയുണ്ടകളിലേക്ക് നോക്കുമ്പോൾ ആ രണ്ടാളുകളും കഷ്ണങ്ങളായി ചിതറി. കത്തി അത് സാക്ഷാൽ സോങ്റയും ആ ഊഫെങ്ങുമാണ്. അതേ സമയത്ത് മറുഭാഗത്തേക്ക് ആ സോങ്റയുടെ പിതാവും അങ്കിൾ ലിങ്ങിനൊപ്പമുള്ള ലേഡിയും തെറിച്ചു. അവര് അതുവരെ പിടിച്ചു നിൽക്കായിരുന്നു. തെറിച്ചു വീണ അവർക്ക് 3 പേർക്കും ഒരു അനക്കവുമില്ല. അവർ മരിച്ചോ ജീവിച്ചോ എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ. മാർക്ക് ഫെല്ലറും ഇതിനിടയിൽ തെറിച്ചു വീണു. മാർക്കിനും എണീക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തെറിച്ചു വീണ മാർക്ക് എണീക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് മാർക്ക് ആ കാഴ്ച കണ്ടത്. സോഡ് മാസ്റ്റർ ആ ഈവിൾ ടെർമിനേറ്ററുടെ ഒരു ഉഗ്ര പ്രഹരം ഷിയാവുവിന്റെ കഴുത്ത് ലക്ഷ്യമാക്കി വരികയാണ്. മാർക്കിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചാടി എണീറ്റ മാർക്ക് ആ ബൂട്ടിന്റെ ശക്തിയും ലൈൻവേഡ് ഫോർമുലയും ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇടത് കൈയിലെ ഗ്ലൗവിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ പെട്ടെന്ന് ആ 9 ഫയർ ഡ്രാഗൺസിനെ സൃഷ്ടിച്ച് മുന്നോട്ട് കുതിക്കുകയാണ്. ഈവിൾ ടെർമിനേറ്റർ തടയുക എന്നുള്ളതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്ക് അതിവേഗം മുന്നോട്ട് പായുമ്പോൾ ആ സമയത്ത് തന്നെ മറുഭാഗത്ത് ചാങ്റേ ഒരു പച്ചമേഘത്തെ സൃഷ്ടിച്ചിരുന്നു. ആ പച്ചമേഘത്തിന്റെ പവർ ഒരുപാട് കൂടിയിരിക്കുകയായിരുന്നു. ആ പച്ചമേഘത്തിന്റെ ലക്ഷ്യവും ഷിയാവുവിനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ആ മാസ്ക് വെച്ച സ്ത്രീക്ക് നേരെ ആ പച്ചമേഘം പാഞ്ഞു വരുമ്പോഴാണ് മാർക്ക് ഫെല്ലർ ആ ഈവിൾ ടെർമിനേറ്റർ തടുക്കാനായി ചാടി ഉയർന്നത്. മാർക്ക് ആ ഈവിൾ ടെർമിനേറ്ററുടെ തൊട്ട് പുറകിലെത്തിയതും ഷിയാവു ഒഴിഞ്ഞു മാറിയതും ഒരേ നിമിഷത്തിലാണ്. ആ നിമിഷത്തിൽ ഷിയാവുവിൻ്റെ പുറത്ത് സ്പർശിക്കാതെ ആ ചാങ്റേയുടെ ആ പച്ചമേഘം ഈവിൾ ടെർമിനേറ്റർക്ക് നേരെ പാഞ്ഞു വന്നു. ആ പച്ചമേഘം അയാളുടെ ആത്യന്തികമായ ശക്തിയാണ്. അത് ആരുടെ പുറത്ത് തൊട്ടാലും വൻതോതിൽ ഡാമേജ് ഉണ്ടാക്കും. ഈവിൾ ടെർമിനേറ്ററുടെ പുറത്ത് ആ പച്ചമേഘം ഇടിക്കുമെന്ന് ആയ നിമിഷത്തിലാണ് മാർക്ക് ഫെല്ലർ ഈവിൾ ടെർമിനേറ്ററെ തടുക്കാനായി മുന്നോട്ട് കുതിച്ചതും ഷിയാവു ഒഴിഞ്ഞു മാറുന്നതും. ഷിയാവു ഒഴിഞ്ഞു മാറിയതും മുന്നോട്ട് കുതിച്ചുപോയ മാർക്ക് ഫെല്ലറുടെ ആ 9 ഫയർ ഡ്രാഗൺസും ആ നിമിഷത്തിൽ ആ പച്ചമേഘവുമായി കൂട്ടിമുട്ടി. തരംനാരിഴയ്ക്ക് ഈവിൾ ടെർമിനേറ്ററുടെ പുറത്ത് ആ പച്ചമേഘം സ്പർശിക്കാതെ മാർക്ക് ആ ഈവിൾ ടെർമിനേറ്ററെ രക്ഷപ്പെടുത്തിയെന്ന് പറയാം. ഈവിൾ ടെർമിനേറ്റർ പെട്ടെന്ന് പുറകോട്ട് മാറി. ഈവിൾ ടെർമിനേറ്റർ തന്റെ കൺകോണിലൂടെ മാർക്കിന്റെ ആ ഫയർ ഡ്രാഗൺസ് ആ മേഘത്തെ തടുത്തത് കണ്ടു. അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സാധാരണഗതിയിൽ അയാൾ ആളുകളെ ആക്രമിക്കുകയുള്ളൂ. അയാൾ ആരും രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അയാൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇതാ ആദ്യമായി മാർക്ക് ഫെല്ലർ അയാളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ മറുഭാഗത്ത് സാക്ഷാൽ ഹീമൻ ചാടി ഉയർന്ന് ഷിയാവുവിന് നേരെ ആഞ്ഞു വെട്ടിക്കഴിഞ്ഞു. അയാളുടെ ആ സോഡ് ലൈറ്റ് ആകാശം താഴേക്കിന് പാഞ്ഞു വരുമ്പോൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് തിരിഞ്ഞു മാറിയ ഈവിൾ ടെർമിനേറ്ററുടെ സോഡ് ലൈറ്റും കത്തി. അതേ നിമിഷത്തിൽ മില്ലി അവരുടെ മാന്ത്രിക സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തിരുന്നു. അത് 3ഉം ഈവിൾ ടെർമിനേറ്ററുടെ ആ സോഡിൽ നിന്ന് ഒഴിഞ്ഞു മാറി സൈഡിലേക്ക് മാറിയ ഷിയാവുവിന്റെ പുറത്ത് തന്നെ ഇടിച്ചു. ഒരേ നിമിഷത്തിൽ 3 അറ്റാക്കുകളും ഷിയാവുവിന്റെ പുറത്തിടിച്ചതും പെട്ടെന്ന് അവിടെ ഒരു ഉഗ്ര സ്ഫോടനം ഉണ്ടായി. തീ കത്തുന്ന ഒരു രംഗമാണ് മാർക്ക് ഫെല്ലർ കണ്ടത്. മാർക്കിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അമ്പരപ്പോടെ മാർക്കിനെ നോക്കുമ്പോൾ അതിശക്തമായ പ്രകാശം എല്ലാ ഭാഗത്തും വ്യാപിച്ചു. ആർക്കും ഒന്നും കണ്ടുകൂടാ. കണ്ണഞ്ചിക്കുന്ന പ്രകാശം. ആ പ്രകാശം ഒന്ന് അടങ്ങുമ്പോൾ മാർക്ക് ആ കാഴ്ച കണ്ടു. ഷിയാവു അവിടെ തറയിൽ അങ്ങനെ കിടക്കുകയാണ്. മാസ്ക് അവിടെ ഇല്ല. ആ മാസ്ക് വെച്ച സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു. മാസ്ക് വെച്ച സ്ത്രീയുടെ ആത്മാവ് കുടിയേറിയ ഷിയാവുവിന്റെ ബോഡി അവിടെ നിശ്ചലമായി കിടക്കുകയാണ്. മാർക്കിന് ആ കഥ മനസ്സിലായി. പക്ഷേ മറ്റുള്ളവർക്ക് ആ കഥ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അവർ പതുക്കെ എണീക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ഓടി ഷിയാവുവിന്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ഓടിയെത്തിയ മാർക്ക് ഷിയാവുവിനെ കോരിയെടുത്തു. ആ കാഴ്ച കണ്ട ചാങ്റേ മാർക്കിനോട് ചോദിച്ചു, ഏയ് നീ എന്തായി കാണിക്കുന്നത്? സീനിയർ, ഇതൊരു പാവം പെൺകുട്ടിയാണ്. ഇവൾക്ക് ഈ മാസ്ക് വെച്ച സ്ത്രീയുമായി ഒരു ബന്ധവുമില്ല. ഇവളുടെ ബോഡി ആ സ്ത്രീ അപഹരിച്ചതാണ്. ആ സ്ത്രീ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇവളെ ഉപദ്രവിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. മാർക്ക് അത് പറഞ്ഞതും സോങ്റയുടെ പിതാവ് ചാടി എണീറ്റു. അയാൾ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, ഏയ് ആ ബോഡിയിൽ മാത്രമേ ആ മാസ്ക് വെച്ച സ്ത്രീക്ക് ജീവിക്കാൻ പറ്റൂ. ആ ബോഡി ഇല്ലാതായാൽ ആ മാസ്ക് വെച്ച സ്ത്രീക്ക് ഒരിക്കലും ഇനി പുറത്തു വരാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ആ ബോഡി ഇപ്പൊ നശിപ്പിക്കണം. ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു, ഏയ് നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഈ പെൺകുട്ടിക്ക് ആ മാസ്ക് വെച്ച സ്ത്രീയുമായി ഒരു ബന്ധവുമില്ല. ഇവിടെ കൊല്ലേണ്ട ഒരു കാര്യമില്ല. ഈ ബോഡിയിൽ അവളുടെ ജീവൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ മാർക്ക് പറയുമ്പോൾ ആ സംഘം പതുക്കെ മാർക്കിന് വളഞ്ഞുടങ്ങുകയാണ്. അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 2 പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു.
ബാക്കി 8 പേരിൽ പലർക്കും നല്ല പരിക്കുണ്ട്. ഹീമനും ഈവിൽ ടെർമിനേറ്ററും മാറി നിൽക്കുകയാണ്. ചാങ് റേയും മില്ലിക്കൊപ്പമുള്ള ആ പ്രായമുള്ള മനുഷ്യനും ഒരു സ്റ്റെപ്പ് പുറകിലാണെങ്കിലും ആ ബ്ലഡ് സെക്ഷന്റെ നേതാവ് ഗൂമങ് റേ രണ്ടും കൽപ്പിച്ച് മാർക്കിനടുത്തേക്ക് വരികയാണ്. അയാൾ മാർക്കിനോട് പറഞ്ഞു, നോക്ക്, ഇവളെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. നീ വിസമ്മതിച്ചാൽ നിന്നെ അവസാനിപ്പിക്കും. അങ്ങനെ അയാൾ പറഞ്ഞതും മാർക്ക് അതിവേഗം ഷിയാവൂനെ ആ സുമേരു റിങ്ങിനകത്തേക്ക് ഒരു എറ്റിയേറി. സുമേരു റിങ്ങിനകത്തേക്ക് ഷിയാവൂനെ എറിഞ്ഞുകൊണ്ട് മാർക്ക് ഡിവൈൻ സെൻസിലൂടെ അങ്കിൾ ഗുവാനോട് പറഞ്ഞു, അങ്കിൾ അവളെ നോക്കിക്കൊള്ളണേ. ഈ സംഭവവികാസങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന അങ്കിൾ ഗുവാൻ ഉടനെ മാർക്കിന് മറുപടി കൊടുത്തു, ഓക്കെ, ഞാൻ നോക്കിക്കൊള്ളാം. സുമേരു റിങ്ങിലേക്ക് ഷിയാവൂനെ എറിഞ്ഞ മാർക്ക് ഫെല്ലർ പെട്ടെന്ന് മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ആ സെയിൻലി ബോഡി ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തു. മാർക്ക് പൂർണ്ണമായും റെഡിയാവുകയാണ്. മാർക്കിന്റെ ഇടത് കൈയിലെ ആ ഗ്ലൗ ഒന്ന് ചലിച്ചു. ആ നിമിഷത്തിൽ മാർക്കിന് ചുറ്റും 9 ഡ്രാഗണുകൾ പ്രത്യക്ഷപ്പെട്ടു. ചുവപ്പ് നിറത്തിലുള്ള 9 ഫയർ ഡ്രാഗണുകൾ മാർക്കിന്റെ ആ പുറകിൽ അങ്ങനെ നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ടതും ആ സോങ്റയുടെ പിതാവ് ഗൂമങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ അവസാനിപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ മാർക്കിനെ അറ്റാക്ക് ചെയ്യാൻ പോയതും മാർക്കിന്റെ ആ 9 ഡ്രാഗണുകളും ഒന്നിച്ച് അയാൾക്ക് നേരെ കുതിച്ചു. ഒരൊറ്റ ഇടി, ആ ഇടി അയാളുടെ പുറത്ത് കൊള്ളുമെന്നായതും ചാങ്റേ അതിക്കേറി ഇടപെട്ടു. ചാങ്റയുടെ ശക്തമായ ഒരു മേഘനിർമ്മാണം മാർക്കിന്റെ ആ ഗോൾഡൻ ഡ്രാഗണുകളുമായി ഒന്ന് കൂട്ടിമുട്ടിയതും ചാങ്റയും അതേപോലെ ആ ഗൂമങ്ങും പുറകോട്ട് ഒത്തിരി മാറി. മില്ലിയും അതുപോലെ ഹീമനും ഈവിൽ ടെർമിനേറ്ററും ഒക്കെ ആ കാഴ്ച കണ്ടു. ചാങ്റേ ആ ഗാലക്സിയിലെ ഏറ്റവും ശക്തന്മാരിൽ ഒരാളാണ്. അയാളെയാണ് മാർക്ക് ഫെല്ലർ പുറകോട്ട് തള്ളിയിരിക്കുന്നത്. പക്ഷെ അത് ചാങ്റയിൽ ഒരു പുഞ്ചിരിയാണ് ഉണ്ടാക്കിയത്. ചാങ്റയുടെ ലക്ഷ്യം ഗൂമങ്ങിനെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. മാർക്ക് ഫെല്ലറെ എതിരിടുക എന്നുള്ളത് അയാളുടെ ടാർഗറ്റ് അല്ല. പെട്ടെന്ന് മില്ലി എല്ലാവരോടും പറഞ്ഞു, നോക്ക്, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ മില്ലി പറയാൻ കാരണമുണ്ട്. പെട്ടെന്ന് അവിടെ വൻതോതിൽ സ്പിരിച്വൽ എനർജി റിലീസ് ചെയ്യപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന മാസ്ക് വെച്ച സ്ത്രീ അപ്രത്യക്ഷമായ ആ നിമിഷത്തിൽ എത്രയോ യുഗങ്ങളായി തടുത്തു വെച്ചിരുന്ന ആ സ്പിരിച്വൽ എനർജി ആ എൻറ്റയർ ഏരിയയിലേക്കും അങ്ങനെ പൊട്ടി വിടർന്നു വരികയാണ്. വൻതോതിൽ സ്പിരിച്വൽ എനർജി മാത്രമല്ല, ഒരുപാട് ഡിവൈൻ ടെക്നിക്കുകളും ആ അന്തരീക്ഷത്തിൽ പതുക്കെ വിസിബിൾ ആയി തുടങ്ങി. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ശൈലിയിൽ മാന്ത്രിക സ്പെല്ലുകൾ അവിടെ ഇങ്ങനെ അലയടിക്കുമ്പോൾ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. അത് കണ്ടത് ചാങ്റേ പെട്ടെന്ന് ചമ്രം പിടിച്ചിരുന്ന് അയാളുടെ കൾട്ടിവേഷൻ ആരംഭിച്ചു. ആ കാഴ്ച സകലരും ഒരു ആവേശം ഉണ്ടാക്കിയാണ്. സകലരും പല പ്ലേസുകളിലൊക്കെ ആയിട്ടിരുന്നിട്ട് പെട്ടെന്ന് കൾട്ടിവേഷൻ ആരംഭിച്ചു. ഇതൊരു വല്ലാത്ത ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുവരെ അവർക്ക് ആർക്കും ലഭ്യമല്ലാതിരുന്ന ആ ഓപ്പർച്യൂണിറ്റി ഇതാ വന്നിരിക്കുകയാണ്. മാർക്കും ഒരു സ്ഥലത്തേക്ക് ഇരുന്നു. മാർക്ക് അതിവേഗം ആ കൾട്ടിവേഷൻ ആരംഭിച്ചു. ആ കൾട്ടിവേഷൻ മാർക്ക് തുടങ്ങിയപ്പോൾ സകലരും കണ്ണടച്ചിരുന്ന് കൾട്ടിവേറ്റ് ചെയ്യുന്നത് മാർക്ക് കണ്ടു. അതുകൊണ്ട് മാർക്ക് കയ്യൊന്ന് നരക്കിയതും ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ആ ശവപ്പെട്ടി മാർക്കിന്റെ ആ സുമേരു റിങ്ങിനകത്ത് അപ്രത്യക്ഷമായി. അത് മറ്റാരും ശ്രദ്ധിച്ചില്ല. സകലരും കണ്ണുകൾ അടച്ച് ധ്യാനത്തിലാണ്. മാർക്ക് ഫെല്ലർ അതിവേഗം അബ്സോർവ് ചെയ്തു തുടങ്ങി. ശരിക്കും ഒരുപാട് പാത്ത് ഓഫ് കൾട്ടിവേഷൻ ടെക്നിക്കുകൾ അവിടെ ലഭ്യമാണ്. ഊജിയും മാസ്ക് വെച്ച സ്ത്രീയും രണ്ടുപേരും സാധാരണഗതിയിലുള്ള കൾട്ടിവേഷൻ ടെക്നിക്കുകളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് പുതിയ ടെക്നിക്കുകൾ സൃഷ്ടിച്ചവരാണ്. 9 പാത്ത് ഓഫ് കൾട്ടിവേഷനുകൾ സൃഷ്ടിച്ച വ്യക്തിയാണ് ഊജി. അതേപോലെ ആ 9 പാത്തുകൾ മാസ്ക് വെച്ച സ്ത്രീയും സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ 9ാം പാത്തുമായി ബന്ധപ്പെട്ടുള്ള ലൈഫാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. ബാക്കി 8 പാത്തുകളുടെയും പാത്ത് ഓഫ് കൾട്ടിവേഷൻ അവിടെ ആ ശവക്കല്ലറയ്ക്ക് ചുറ്റും അവൈലബിൾ ആണ്. വളരെ ശ്രദ്ധാപൂർവം ശ്രമിക്കുന്ന ഒരാൾക്ക് ആ പാത്ത് ഓഫ് കൾട്ടിവേഷൻ അവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും. മാർക്കിൻ്റെ ആ ഡിവൈൻ ആയി ആക്ടിവേറ്റ് ചെയ്ത് ആ പാത്ത് ഓഫ് കൾട്ടിവേഷൻ കണ്ടെത്താനായി ഒരു ശ്രമം തുടങ്ങി. ബാക്കി എല്ലാവരും ഈ സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കുകയാണ്. വിസിബിൾ ആയിട്ടുള്ള ടെക്നിക്കുകളും അത് വലിച്ചെടുക്കുകയാണ്. മാർക്കിൻ്റെ ലക്ഷ്യം ആ പാത്ത് ഓഫ് കൾട്ടിവേഷനാണ്. 9 വ്യത്യസ്ത പാത്തുകളിലൂടെ കൾട്ടിവേറ്റ് ചെയ്ത കഥാപാത്രമാണ് ആ മാസ്ക് വെച്ച സ്ത്രീ. അവരുടെ ആദ്യത്തെ 8 ടെക്നിക്കുകളും അവിടെ ഉണ്ടാകുമെന്നൊരു തോന്നൽ മാർക്കിനുണ്ട്. മാർക്ക് ആ ഡിവൈൻ ആയി ഉപയോഗിച്ച് ആ പാത്ത് ഓഫ് കൾട്ടിവേഷൻ ഇങ്ങനെ നോക്കുമ്പോൾ പലതും മിക്സ് ചെയ്ത് കിടക്കുകയാണ്. ശരിക്കും ടൺ കണക്കിന് ഊർജ സോഴ്സുകൾ അവിടെയും ഉണ്ട്. ആ ഊർജ സോഴ്സുകൾക്കുള്ളിൽ നിന്ന് മാർക്കിന് വേണ്ട ആ പാത്ത് ഓഫ് കൾട്ടിവേഷൻ മാത്രം മാർക്ക് കണ്ടെത്തണം. അതിനെ മാത്രം വേർതിരിച്ചെടുക്കണം. അതിന് നല്ല രീതിയിൽ മനസ്സ് കേന്ദ്രീകരിക്കണം. ഒരുപാട് ഊർജ സോഴ്സുകൾ മാർക്കിന് ആവശ്യമില്ലാത്തതാണ്.
എല്ലാ വസ്തുക്കളിൽ നിന്നും എല്ലാ ചിന്തകളിൽ നിന്ന് പോലും ഊർജ്ജം ഉണ്ടാവും. അതിനെയൊക്കെ മാറ്റി മാർക്കിന് ആവശ്യമുള്ള ആ പാത മാത്രം മാർക്ക് കണ്ടെത്തണം. മാർക്ക് ആ ഡിവൈൻ ഐ ഉപയോഗിച്ച് ഒരു യത്നം തന്നെ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ചെറിയ പ്രകാശം പോലെ മാർക്കിന് ഒരു കാര്യം കാണാൻ പറ്റിയത്. മാർക്കിന് ഡിവൈൻ സെൻസിലൂടെ മാർക്ക് അതിനെ ഫോളോ ചെയ്ത് തുടങ്ങി. അതിങ്ങനെ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്, പിടികൊടുക്കാതെ ഓടുകയാണ്. കള്ളനും പോലീസും കളിക്കുന്ന പോലെ അത് പിടികൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മാർക്ക് ഒരു നല്ല യത്നത്തിൻ്റെ ഒടുവിൽ അതിനെ പിടികൂടി. ഈ സംഭവ വികാസങ്ങളൊക്കെ ശൂന്യതല്ല സംഭവിക്കുന്നത്. മാർക്ക് അവിടെ ഓടിക്കളിക്കുന്നതൊന്നും ആർക്കും വിസിബിൾ അല്ല. മാർക്കിന് ഡിവൈൻ സെൻസാണ് ശരിക്കും ആ പാത്തിനെ പിടികൂടാൻ ശ്രമിക്കുന്നത്. ആ പാത്ത് മാർക്ക് പിടികൂടിയതും മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു വല്ലാത്ത ഓറ ജനറേറ്റ് ചെയ്തു. ശരിക്കും ആ ഓറ ജനറേറ്റ് ചെയ്തപ്പോൾ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുണ്ടായ ഒരു ചൂട് സമീപത്തൊക്കെ ഉണ്ടായിരുന്ന മറ്റാളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രത്യേകിച്ച് ചാങ്റയും മില്ലിയും കണ്ണു തുറന്ന് മാർക്കിനെ നോക്കി. അവർക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചാങ്റേ മില്ലിയോട് പറഞ്ഞു, ഈ മാർക്ക് നമ്മൾ ശരിക്കും അതിശയിപ്പിക്കുകയാണ്. അവൻ ഒരു പാത്ത് ഓഫ് കൾട്ടിവേഷൻ സ്വന്തമാക്കിയെന്നാ തോന്നുന്നത്. നമ്മളൊക്കെ പാത്ത് ഓഫ് കൾട്ടിവേഷൻ സ്വന്തമാക്കാൻ എന്തുമാത്രം പ്രയത്നപ്പെട്ടിട്ടുണ്ട്. അവനിതാ നിഷ്പ്രയാസം ഏതരം മിനിറ്റുകൾ കൊണ്ട് ഒരു പാത്ത് സ്വന്തമാക്കിയിരിക്കുകയാണ്. ശരിക്കും എനിക്ക് അവനിൽ ഒരു വല്ലാത്ത പ്രതീക്ഷ തോന്നുകയാണ്. നല്ല യോദ്ധാക്കളെ കാണുമ്പോൾ ഈ സീനിയേഴ്സിന് സ്വാഭാവികമായും അങ്ങനെ തോന്നും. മില്ലി കൗതുകത്തോടെ മാർക്കിനെ നോക്കി. അവരൊരുപാട് വർഷങ്ങൾ ജീവിച്ചിരുന്ന വ്യക്തിയാണ്, അതിശക്തിയുമാണ്. അവർക്ക് മാർക്ക് അവിടെ ആ കല്ലറയ്ക്കുള്ളിലേക്ക് കയറി വന്നപ്പോൾ തന്നെ വല്ലാത്തൊരു അതിശയം തോന്നിയിരുന്നു. ഇപ്പൊ ഇതാ അവരെ വീണ്ടും മാർക്ക് അതിശയിപ്പിക്കുകയാണ്. ഒരു പാത്ത് മാർക്ക് സ്വന്തമാക്കിയെന്ന് മാർക്കിന് ചുറ്റുമുള്ള ആ പ്രകാശം വിളിച്ചു പറയുകയാണ്. ഒരു നിമിഷം മാർക്കിനെ നോക്കിയിട്ട് മില്ലിയും അതുപോലെ ആ ചാങ്റയും കണ്ണുകളടച്ച് അവരുടെ ആക്ടിവിറ്റിയിലേക്ക് കടന്നു. പിന്നീട് അവർ കണ്ണു തുറക്കുമ്പോൾ അവർ കാണുന്നത് മാർക്കിന്റെ ചുറ്റും 6 വലയങ്ങളാണ്. ആ മുറിയിൽ നിന്ന് 6 പാത്ത് ഓഫ് കൾട്ടിവേഷൻ മാർക്ക് ഇതിനിടയിൽ സ്വന്തമാക്കിയെന്നാണ് 6 വലയങ്ങളും സൂചിപ്പിക്കുന്നത്. അവർക്കാർക്കും ഒരു പാത്ത് പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മാർക്കിന്റെ ആ വേഗത വിശ്വസിക്കാൻ പറ്റാത്ത വേഗതയാണ്. അമ്പരപ്പോടെ സകലരും അങ്ങനെ നോക്കുമ്പോൾ ഈവിൽ ടെർമിനേറ്റർ കണ്ണു തുറന്നു. ഈവിൽ ടെർമിനേറ്റർ എല്ലാവരോടും പറഞ്ഞു, നോക്ക്, അവിടെ മുകളിലായി ഒരു പ്രകാശം കാണുന്നില്ലേ? അതുവഴി നമുക്ക് പുറത്തു കിടക്കാം. ആ പ്രകാശം എത്ര നേരം ഉണ്ടാവും എന്നറിയാൻ വയ്യ. നമ്മൾ ഒന്നിച്ച് ശ്രമിച്ചാൽ നമുക്ക് അവിടെ തകർത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അകത്തേക്ക് കിടക്കാനുള്ള ടോക്കൺ മാത്രമാണ് അവരുടെ കൈവശമുള്ളത്. പുറത്തേക്ക് പോകാൻ ഒരു മാർഗം അവരുണ്ടാക്കണം. ഈവിൽ ടെർമിനേറ്റർ അത് പറഞ്ഞതും ആ എൻറ്റയർ ടീമും ഒന്നിച്ച് ആ പ്രകാശം കണ്ട ഭാഗത്തേക്ക് കുതിക്കപ്പോഴാണ് ഗൂമൻ ആ കാര്യം ഓർത്തത്. അല്ല, ഇവിടെ ഇരുന്ന ആ ശവപ്പെട്ടിയോടെ പോയി. ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ശവപ്പെട്ടി അവിടെ ഇല്ല. എല്ലാവരും ചുറ്റും നോക്കി തുടങ്ങി. മാർക്കും ചുറ്റും നോക്കി. ആ കൂടുതൽ ആരും ആ ശവപ്പെട്ടി എടുത്തു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. 11 പേരാണ് അവിടേക്ക് വന്നത്. 2 പേര് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ബാക്കിയുള്ള 9 പേരിൽ ആരോ ഒരാൾ ആ ശവപ്പെട്ടി എടുത്തിരിക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും നിലവറകളുണ്ട്. ആരോ നിലവറയ്ക്കുള്ളിലേക്ക് ആ ശവപ്പെട്ടി മാറ്റിയതാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഈവിൽ ടെർമിനേറ്റർ ഉറക്കെ പറഞ്ഞു, നമുക്ക് അതൊക്കെ കണ്ടുപിടിക്കാം, അതിനു മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈവിൽ ടെർമിനേറ്റർ അയാളുടെ വാള് ആഞ്ഞൊന്ന് വീശിയതും ആ പ്രകാശം കണ്ട ഭാഗത്തേക്ക് ആ സോട്ട് ലൈറ്റ് ആഞ്ഞു പതിച്ചു. ആ നിമിഷത്തിൽ അവിടെ ഒരു വിടവുണ്ടായി. മാർക്ക് ഫെല്ലർ തൻ്റെ ആ മാന്ത്രിക ബൂട്ടുകളുടെ സഹായത്തോടു കൂടി ലൈൻ ബേർഡ് ഫോർമുലയിൽ ഒരൊറ്റ കുതിപ്പ്. കണ്ണം ചെക്കുന്ന വേഗതയിൽ മാർക്ക് ഫെല്ലർ ആ ലൈൻ ബേർഡ് ഫോർമുലയിൽ ആ ബൂട്ടിന്റെ പുറത്ത് കയറി ആ വിള്ളൽ വഴി പുറത്തേക്ക് പോകുന്ന കാഴ്ച അകത്തുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. പുറത്തിറങ്ങിയ മാർക്ക് ഒരൊറ്റ കുതിപ്പ്. മാർക്കിന്റെ ലക്ഷ്യം ആ ക്ലൗഡ് സിറ്റിയാണ്. സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് മാർക്കിനെ നേടാൻ പറ്റില്ല. അവിടെ ഗാർഡിയന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. മാർക്ക് ഫെല്ലർ കണ്ണം ചെക്കുന്ന വേഗതയിൽ ആ നിലവറയിൽ നിന്ന് പുറത്തിറക്കി പാലസിന് മുകളിലൂടെ കുതിക്കുമ്പോൾ മാർക്ക് താഴെയുള്ള കാഴ്ച കണ്ടു. അവിടെ ഒരു 10-25,000 ആളുകളുടെയെങ്കിലും ഡെഡ് ബോഡി കിടപ്പുണ്ട്. 40,000-ഓളം യോദ്ധാക്കളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരിൽ പകുതിയിലധികം ആളുകളും കൊല്ലപ്പെട്ടു. താഴെ അണ്ടർഗ്രൗണ്ടിൽ ആ മാസ്ക് വെച്ച സ്ത്രീ കൊല്ലപ്പെട്ട ആ നിമിഷത്തിൽ മുകളിലുള്ള ആ യുദ്ധം അവസാനിച്ചതാണ്. അതൊന്നും മുകളിലുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. മാർക്ക് ഫെല്ലർ പുറത്തേക്ക് പാഞ്ഞു പോകുന്നത് പലരും കണ്ടു. മാർക്ക് പോയി കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ആളുകളൊക്കെ പുറത്തെത്തുന്നത്. അവിടെ എത്തുമ്പോൾ മാർക്കില്ല. അത് മനസ്സിലാക്കിയ ഗൂമൻ ചുറ്റും നോക്കുമ്പോൾ അവിടേക്ക് നാൻകിങ് ഓടിയെത്തി.
കൂടെ ആ ഷൂ യുവാനുമുണ്ട്. ആ മാർക്ക് ഇപ്പൊ ഇവിടുന്ന് പാഞ്ഞു പോയതേ ഉള്ളൂ. അവൻ ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലോട്ടായിരിക്കും പോയിരിക്കുന്നത്. അങ്ങനെ യു ഷുവാൻ പറഞ്ഞതും ഗൂമെങ് ഉറക്കെ അവിടെയുള്ള കൾട്ടിവേറ്റേഴ്സിനോട് പറഞ്ഞു, ഏയ്, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒരു കാര്യം പറയാം. അവിടെ ആ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ കിട്ടി. ആ കാര്യങ്ങളുമായി മാർക്ക് ഫെല്ലർ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ പാലസിന്റെ അടിയിൽ നിന്ന് കിട്ടിയ അമൂല്യങ്ങളായ സാധനങ്ങളുമായി മാർക്ക് ഫെല്ലർ സ്ഥലം വിട്ടു എന്നുള്ള ഗൂമെങ്ങിന്റെ ആ പ്രസ്താവന ആ ഫൈറ്റേഴ്സിനിടയിൽ വല്ലാത്തൊരു ഓളമാണ് ഉണ്ടാക്കിയത്. 40,000-ഓളം വരുന്ന ഫൈറ്റേഴ്സിൽ 25,000-ഓളം ആളുകൾ ജീവനും കൊടുത്ത് നേടിയ സംഭവങ്ങളാണ് മാർക്ക് ഇതാ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. പെട്ടെന്ന് ആ എൻറ്റിയർ ആൾക്കൂട്ടത്തിൻ്റെയും സ്വഭാവം അങ്ങ് മാറി. അവര് വല്ലാത്തൊരു ദേഷ്യത്തോടെ മാർക്ക് പോയ ദിശയിലേക്ക് നോക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എ ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.